السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് പ്രഭാഷണത്തിനുള്ളത് എന്നതുകൊണ്ട് പരമാവധി സമയം വിഷയാധിഷ്ഠിത സംസാരത്തിലേക്ക് തിരിക്കാം എന്ന് കരുതി ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സദസ്സ്. അല്ലാഹു ആദരിച്ചു ബഹുമാനിച്ച മഹാന്മാരെ സ്മരിക്കുന്ന വേദി. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമ് പറയുന്ന വേദി. എല്ലാം കൊണ്ടും പ്രഫുല്ലമാണ്, അനുഗ്രഹീതമാണ്, മനോഹരമാണ്. അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആമുഖം അത്ര മതി എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. വിശുദ്ധ ഖുർആന് 6000-ൽ പരം വചനങ്ങളാണ്. ആയത്തുകളുടെ വഖഫുകൾ മാറുന്നതിനനുസരിച്ച് ആയത്തുകളുടെ എണ്ണത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതിപ്പോ ഒരായത്താണ്. പക്ഷെ അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്നിടത്തൊന്ന് വഖഫ് ചെയ്ത് വലദ്ദാല്ലീൻ എന്നത് മറ്റൊന്നാക്കിയാൽ ആയത്ത് രണ്ടാകും എന്നതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലയിടത്തും ഉള്ളതുകൊണ്ട് ആയത്തുകളുടെ എണ്ണം കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടൊന്നും വിശുദ്ധ ഖുർആനിൽ ഒരക്ഷരം കൂടാനും പോകുന്നില്ല, കുറയാനും പോകുന്നില്ല. പ്രശ്നാധിഷ്ഠിതമല്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും പറയാൻ സൗകര്യം 6000-ൽ പരം വചനങ്ങൾ എന്നാണ്. 6000-ലധികം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ടെങ്കിൽ ആ വിശുദ്ധ ഖുർആനിലെ സമഗ്ര വചനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇതാണ് വിശുദ്ധ ഖുർആനിലെ സമഗ്ര വചനം എന്ന് പറഞ്ഞവരുണ്ട്.
വല്ല നന്മയും ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണം അവൻ മീറ്റ് ചെയ്യും. തിന്മയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ദോഷവും അവൻ മീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഖുർആനിലെ സമഗ്രവചനം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു വിശുദ്ധ ഖുർആനിലെ ജാമിഉം മാനിഉമായ ആയത്ത്, മലയാളത്തിൽ പറഞ്ഞാൽ സമഗ്രവചനം, 6000 ചില്ലാനം ആയത്തുകൾ ഉണ്ടെങ്കിൽ അതില് ഇസ്ലാമിക മൂല്യങ്ങളെ മുഴുവനും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രവചനം. അറബിയിൽ അതിന് ജാമിഉം മാനിഉമായ വചനം എന്നാ പറയാം. ആ രണ്ട് വാക്കുകൾ, ജാമിഉ എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കേണ്ട മൂല്യങ്ങളെ മുഴുവനും ഉൾക്കൊള്ളിക്കണം. മാനിഉ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലാത്തതിനെയൊക്കെ പുറത്തു നിർത്തുകയും വേണം. അപ്പൊ ഉൾക്കൊള്ളിക്കുകയും പുറത്തു നിർത്തുകയും ചെയ്യുന്നത്, അതാണ് സമഗ്രവചനം. ഇസ്ലാമിലെ മൊത്തം മൂല്യങ്ങൾ ആയത്തിലുണ്ടാവണം. ഇസ്ലാമിനെതിരായ വിഷയങ്ങൾ എല്ലാം ആയത്തിന്റെ പുറത്തായിരിക്കണം. ശരി, അങ്ങനെ ഒരു വചനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനമാണത്. സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനമാണ്. എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഈ ആയത്ത് നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ പള്ളി മിമ്പറുകളിൽ നിന്ന് ഖതീബുമാര് പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ? ഖുത്ബയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി എന്ന് പറഞ്ഞ ഈ ഒരു ആയത്ത് ഓതി എന്നിട്ടാണ് ഇമാമുമാർ മിമ്പറിൽ നിന്നിറങ്ങി മുഅദ്ദിനിന് വാള് കൊടുക്കാറുള്ളത്, തിരിച്ചേൽപ്പിക്കാറുള്ളത്. അപ്പൊ ഖുത്ബയുടെ അവസാനത്തിൽ ഇങ്ങനെ ഓതുന്ന ഒരു ശൈലി ഇതെവിടെ നിന്ന് വന്നതാ? 5-ാം ഖലീഫ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അവിടെ നിന്നുണ്ടാക്കിയ സുന്നത്താണത്. മഹാനവറുകളാണ് 2-ാം ഖുത്ബക്ക് ശേഷം ഇങ്ങനെ ഒരു പരിപാടി പാസാക്കിയത്. അത് മുതൽ അതിങ്ങനെ തുടർന്നു പോരുക. പുരോഗമനത്തിന്റെ പേരിൽ പലതും പരിഷ്കരിച്ചു പോയ അറബ് നാടുകളിലടക്കം ഈ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പൊ പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട്. UAE-ലൊക്കെ പോകുമ്പോൾ ആദ്യം കേട്ടിരുന്നു, മുമ്പ് കാലങ്ങളിലൊക്കെ ഈ ആയത്ത് ഓതിയിട്ട് ഖുത്ബ അവസാനിപ്പിക്കുന്ന ഒരു നല്ല സ്വഭാവം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തായിരിക്കും അതിനെ പ്രേരിപ്പിച്ചത്? മുസ്ലിം ഉമ്മത്തിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും? ഈ ആയത്തിന്റെ സമഗ്രതയാണ്. എന്താണ് ഈ ആയത്തിന്റെ സമഗ്രത? ഈ ആയത്തിൽ 3 കാര്യങ്ങൾ കൽപ്പിക്കുന്നു, 3 കാര്യങ്ങൾ വിരോധിക്കുന്നു, 3 നിയമങ്ങളും 3 വിലക്കുകളും, 6 വിഷയങ്ങളെ കൊണ്ട് പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാവുന്നു. ഇതാണ് ഇതിന്റെ സൗന്ദര്യം. നമ്മൾ നോക്കിക്കാണ് എന്താണ് ഇസ്ലാം. ഇസ്ലാമിന് എന്താ പറയാനുള്ളത്? ഇസ്ലാം എന്തിനോടാണ് നോ പറഞ്ഞത്? രണ്ടൊന്ന് കേൾക്കണമല്ലോ. ഓക്കെ പറഞ്ഞത് എന്തിനോടാണ്, നോ പറഞ്ഞത് എന്തിനോടാണ്? 3 വിഷയങ്ങൾ അത് പ്രാവർത്തിയാക്കണം എന്ന് പറഞ്ഞതാണ്, ചെയ്യണമെന്ന് പറഞ്ഞതാണ്. 3 വിഷയങ്ങൾ അരുതെന്ന് പറഞ്ഞതാണ്. ഈ 6 കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ബോധ്യപ്പെടേണ്ട രൂപത്തിൽ അങ്ങ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഞാൻ തീർത്തു പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കുറഞ്ഞ സമയമേ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ 6 കാര്യം ഇതിന് പുറത്തൊരു ഇസ്ലാമില്ല എന്ന് ബോധ്യപ്പെടും. കൃത്യാണത്. കാരണം
ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ജല്ല ജലാലു യഅ്മുറു അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ നീതി പാലിക്കണമെന്നാണ് റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നത്. നീതി പാലിക്കണമെന്നാണ് റബ്ബിനാദ്യമായിട്ട് പറയാനുള്ളത്. രണ്ട് നീതി പാലിച്ച് 50-50 ഇങ്ങനെ നിർത്തിയാ പോരാ. വൽ ഇഹ്സാൻ ജനങ്ങൾക്ക് നിങ്ങൾ പരോപകാരം ചെയ്യണം. രണ്ടാമത്തെ കൽപ്പന. മൂന്നാമത്തേത് പരോപകാരം ചെയ്യുന്നവർ നാട്ടിലാകെ ഓടി നടന്ന് പരോപകാരം ചെയ്യുന്ന പലരും ഉണ്ടാവും. പക്ഷെ സ്വന്തം ഉമ്മാനും ഉപ്പാനും ജ്യേഷ്ഠനെയും അനുജനെയൊന്നും നോക്കൂല. നാട്ടിലൊക്കെ ഓടി നടന്നിട്ട് പരോപകാരം ചെയ്യുന്നുണ്ടാവും. പറ്റൂല. ഇതിൽ ഖുർബാ കുടുംബക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിഗണിക്കണം. അവർക്ക് കൂടുതൽ നിങ്ങളുടെ ഒത്താശകൾ നൽകണം. ഇതിൽ ഖുർബാ ഈ 3 കാര്യമേ ഇസ്ലാമിന് പറയാനുള്ളൂ. ഈ 3 കൽപ്പനകളിൽ ഇസ്ലാം പൂർണ്ണമായോ? ആയി. അതെങ്ങനെ എന്ന് വിശാലായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 3 കൽപ്പനകളിൽ ഇസ്ലാം പൂർത്തിയാകുന്നു. ഇസ്ലാമിന്റെ നിയമവശങ്ങൾ പൂർത്തിയാകുന്നു. ഇനി 3 വിരോധനകളാണ്. വയൻഹ അല്ലാഹു വിരോധിക്കുന്നു, നിങ്ങളോട് നോ എന്ന് പറയുന്നു, അരുതെന്ന് പറയുന്നത് അല്ലാഹു. അനിൽ ഫഹ്ശാഇ അശ്ലീലങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് പറയുന്നു. അശ്ലീലങ്ങളോട് നോ പറയണം. വൽ മുങ്കരി നീചമായ കാര്യങ്ങളോടും, വൽ ബഗി അക്രമങ്ങളോടും. അശ്ലീലം, നീചം, അക്രമം, ഈ 3 കാര്യങ്ങളോട് പരിശുദ്ധ ഇസ്ലാം അരുതെന്ന് പറയുന്നു. എന്തിനാണ് അല്ലാഹു ഇങ്ങനെ 3 കാര്യങ്ങൾ കൽപ്പിക്കുകയും 3 കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സമഗ്രമായ ചട്ടക്കൂട് ഒരൊറ്റ വചനത്തിനുള്ളിൽ, സമഗ്ര വചനത്തിനുള്ളിൽ ഒതുക്കി വെച്ച് ഇങ്ങനെ 3 കൽപ്പനയും 3 വിരോധനയും നൽകിയത് എന്തിനാണ്? അല്ലാഹു പറഞ്ഞു, യഇദുക്കും, അവൻ നിങ്ങൾക്ക് സമഗ്രമായ ഒരു ഉപദേശം നൽകുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകുമെന്ന് കരുതി, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടി പടച്ച റബ്ബ് നിങ്ങൾക്ക് വ്യക്തമായും പൂർണ്ണമായും നല്ല ഒരു ഉപദേശം നൽകുകയാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു ഉപദേശം നൽകുകയാണ്. യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ. അല്ലാഹു ഈ പറഞ്ഞ 3 കൽപ്പനയും 3 വിരോധനയും നിങ്ങൾ ജീവിതത്തിൽ അങ്ങ് പാലിച്ചു കഴിഞ്ഞാൽ ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ നന്നാകും, നിങ്ങൾ ഉത്ബുദ്ധരാകും. പിന്നെ നിങ്ങളെപ്പറ്റി ഒരാൾക്കും ഒരു പോരായ്മയും ചൂണ്ടിക്കാണിക്കാനുണ്ടാവൂല. അതാണ് ഈ ആയത്തിന്റെ സ്വഭാവം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ മുമ്പ് ഈ ആയത്ത് പലരെയും ചിന്തിപ്പിച്ചിരുന്നു. ഈ ആയത്ത് പലരെയും ഇരുത്തി ചിന്തിപ്പിച്ചിരുന്നു. ഈ ആയത്തിന്റെ ശ്രേഷ്ഠത ഒന്ന് ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ആശയങ്ങൾ ചുരുക്കി ഒന്ന് വിശദീകരിക്കുകയും ചെയ്യാം. ഈ ആയത്ത് ഇസ്ലാമിന്റെ കഠിന ശത്രുവായിരുന്ന, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്ന, ആ സദസ്സിലുള്ളവര് മുന്നിലേക്കൊന്നിങ്ങനെ കയറിയിരുന്ന ബാക്കിൽ വരുന്നവർക്ക് സീറ്റ് ഉണ്ടാവും. ബാക്കിൽ വരുന്ന ആളുകൾ ഇവിടെ കുറച്ച് സീറ്റുകളൊക്കെ ഒഴിവുണ്ടെങ്കിലും അവരിവിടെ സീറ്റ് ഒഴിവില്ല എന്ന് കരുതി അവിടെ നിൽക്കുന്ന ഒരവസ്ഥ വേണ്ട. അതിനെ പറഞ്ഞു, അതിനുവേണ്ടി പറഞ്ഞതാണ്. സഹകരിച്ചാൽ വളരെ ഉപകാരം. മുസ്ലിമീങ്ങളുടെ സ്വഭാവമാണല്ലോ, മജ്ലിസ് സൗകര്യപ്പെടുത്താൻ പറഞ്ഞാൽ അവർ പെടുത്തും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതിനുവേണ്ടി നിങ്ങൾ ഒരു വേള എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാനും അവർ തയ്യാറാവും. ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാനും അവർ തയ്യാറാവും. നിങ്ങളോട് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ ഫൻഷുസു, നിങ്ങൾ എഴുന്നേൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യന്മാരായി മാറുക. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തരട്ടെ.
ഇസ്ലാമിന്റെ കഠിന ശത്രു അയാള് വലീദ് ഇബ്നുൽ മുഗീറ എന്നാണ് അയാളുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുപ്പിച്ചൊരു മനുഷ്യനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെറുപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കണക്കിന് കൈകാര്യം ചെയ്ത ഒരു മനുഷ്യനാണ് അയാൾ. കണക്കിന് പിടിച്ചിട്ട് കൈകാര്യം ചെയ്ത മനുഷ്യനാണ്. അതായത് ഇസ്ലാം ശക്തമായ ഭാഷയിൽ വിമർശിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവാണ് അയാൾ എന്നർത്ഥം. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോന്ന് ആലോചിച്ച ഒരു ആയത്താണ് സത്യത്തിൽ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ആയത്ത്. എന്ന് പറഞ്ഞാൽ അയാളെപ്പോലും മാറ്റി ചിന്തിപ്പിച്ച ഒരായത്ത്. പക്ഷെ അയാൾ വന്നില്ല. വരാതിരിക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത്, സൂറത്തുൻ നഹ്ലിലെ ഈ ആയത്ത്, 90-ാമത്തെ ആയത്ത് സ്വഹാബത്തിന് ഒരിക്കലും അങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ ഇയാളിത് കേൾക്കാനിടയായി. ആര്? വലീദ് ഇബ്നുൽ മുഗീറ എന്ന് പറയുന്ന കടുത്ത ധിക്കാരി, നബിതങ്ങളുടെ കൊടിയ ശത്രുവാട്ടോ. പരസ്യമായി നബിതങ്ങളെ വെല്ലുവിളിച്ച് നടക്കുന്ന ആളായിരുന്നു. ഖുറൈശ് തമ്പ്രാക്കന്മാരുടെ ലീഡറായിരുന്നു. അങ്ങനെ ഇയാള് നബിതങ്ങൾ ഈ ആയത്തോതി വഅദ് പറയുന്നത് ഇങ്ങനെ കേട്ടു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഇയാൾ നല്ല സാഹിത്യപടുവാണ്. അറേബ്യൻ സാഹിത്യ പടുക്കളിൽ ഏറ്റവും ഫേമസ് ആണ്. ഇയാൾ പഠിച്ച നിരൂപണ ശാസ്ത്രം വെച്ചൊക്കെ ഇയാൾ ഈ ആയത്തിനെ നിരൂപിക്കാൻ നോക്കിയപ്പോൾ ഈ ആയത്തിൻ്റെ എല്ലാ ഗുണവശങ്ങളും അയാൾക്ക് ബോധ്യപ്പെട്ടു. ഒന്നും വിമർശിക്കാനില്ല. കാരണം അത്രയും സമഗ്രമായൊരു വചനം, പ്രപഞ്ച സമാനമായ ആശയങ്ങൾ അന്തർലീനമായ ഒരു കൊച്ചു വചനം ഇയാൾ അത്ഭുതപ്പെടുത്തി. ഇയാൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനി എന്തിന് ഞാൻ കാത്തു നിൽക്കണം. ഒരൊറ്റ വചനത്തിൽ 3 കൽപ്പനയും 3 വിരോധനയും 3 നിയമങ്ങളും 3 വിലക്കുകളും നടത്തിയപ്പോൾ ലോകത്തുള്ള എല്ലാ മൂല്യങ്ങളും അതിലുണ്ട്, എല്ലാ തിന്മകളും അതിലുണ്ട്. യെസ് എന്ന് പറയുന്ന മൂല്യങ്ങളെല്ലാം അതിലുണ്ട്, നോ എന്ന് പറയുന്ന തിന്മകൾ മുഴുവനും അതിലുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ ഒരു അധ്യാപകന്റെ മുമ്പിൽ പോയി ചമ്രം പടിഞ്ഞിരുന്നിട്ടില്ല എന്ന് നമുക്കുറപ്പുള്ള, തീർത്തും ഉമ്മിയാണ്. മദ്രസയിൽ പോയിട്ടില്ല, ഓത്തുപള്ളിയിൽ പോയിട്ടില്ല, ആരുടെ അടുത്തുനിന്നൊന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചാലും അതിന് കുറെ കുറവുകൾ ഉണ്ടാവുമല്ലോ. ഇത് തട്ടിക്കൂട്ട് പരിപാടിയല്ല. ഇത് മുഹമ്മദ് പറയും പോലെ ഒരു അദൃശ്യ ശക്തിയുടെ ഇടപെടൽ മൂലമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ വചനം അത്രക്കുമേൽ സമഗ്രമാണ്, സമ്പൂർണമാണ്, പെർഫെക്റ്റ് ആണ്. തീരുമാനിച്ച് അയാൾ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു മുസ്ലിം ആവുക. ഈ വാർത്ത നാട്ടിൽ ലീക്കായി. ഈ വാർത്ത നാട്ടിൽ ലീക്കായതോടുകൂടെ ആളുകൾ ഇങ്ങനെ വരികയാണ്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ സമ്മേളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ നേതാവ് പോകാനുള്ള ശ്രമമുണ്ട്. പറയട്ടെ, വലീദ് ഇബ്നുൽ മുഗീറ എങ്ങാനും മതം മാറിയാൽ, മുഹമ്മദിന്റെ കൂടെ പോയാൽ അത് നമുക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ ഇടപെട്ടേ പറ്റൂ. അബൂജഹൽ പറഞ്ഞു, ഞാൻ പറയാം, എല്ലാവരും കൂടെ പോയിട്ട് രംഗം വഷളാക്കണ്ട, ഞാൻ ഒറ്റക്ക് പോയൊന്ന് സംസാരിക്കട്ടെ. അബൂജഹല് വലീദ് ഇബ്നുൽ മുഗീറയെ കാണണമെന്ന് പറഞ്ഞു. വന്ന് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈയിടെയായിട്ട് എന്തോ ഒരു മാനസാന്തരമുണ്ട് എന്ന് കേട്ടു. മുഹമ്മദിന്റെ പ്രത്യയശാസ്ത്രത്തോട് പൊരുത്തപ്പെടാനുള്ള എന്തോ ഒരു ഒരുക്കം. അവിടുന്ന് പറഞ്ഞു, ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, എന്റെ മനസ്സങ്ങനെ ദാഹിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മുടെ ആളുകൾ നിങ്ങൾക്ക് വിശാലമായ തോതിൽ ഒരു ഫണ്ട് ശേഖരിക്കുന്നുണ്ട്.
ഇന്ന ഖൗമക യജ്മഊന ലക, നിന്റെ ഖൗമ് നിനക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നീ എന്തോ ഭൗതിക ദുർലാക്കുകൾ കണ്ടുകൊണ്ടാ പോകുന്നത്. നിൽക്കുന്നിടത്ത് പിടിച്ചു നിർത്താൻ അവര് വ്യാപകമായ രൂപത്തിൽ ഫണ്ട് സ്വരൂപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ വലീദ് ഇബ്നുൽ മുഗീറ തിരിച്ചടിച്ചു. ഹാ, എന്നെ പണം തന്നൊതുക്കാനുള്ള ശ്രമാണെങ്കിൽ നടക്കൂല. ലഖദ് അലിമതു ഖുറൈശും ബി അന്നീ അക്സറുഹാ മാലാ. ഖുറൈശികൾക്ക് മുഴുവനും അറിയാവുന്ന ഒരു സത്യമുണ്ട്, ഞാൻ ഖുറൈശികളുടെ കൂട്ടത്തിലെ പണച്ചാക്കാണ്. ബി അന്നീ അക്സറുഹാ മാലാ. എന്നെ പോലെ പണമുള്ളവര് നിങ്ങളെ കൂട്ടത്തിൽ ആരാ? പിന്നെ 10 ഉറുപ്യ കാട്ടിയിട്ട് എന്നെ പിടിച്ചു നിർത്താമെന്നും എന്നെ തെറ്റിച്ച് കളയാമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? നടക്കൂല. പൈസക്ക് വേണ്ടിയല്ല ഞാൻ പോകുന്നത്. എന്റെ പ്രശ്നം ഞാൻ അങ്ങ് പറഞ്ഞു തരാം. ഈയിടെ അടുത്തായി മുഹമ്മദ് നബിക്ക് ഒരു ആയത്ത് അവതരിച്ചു എന്ന് മുഹമ്മദ് നബി പറയുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ആ ആയത്തിനെ കുറിച്ച് നിങ്ങളെ ആരെയും പോലെയല്ല ഞാൻ. എനിക്ക് അറബി സാഹിത്യം നന്നായിട്ടറിയാം. അറബി സാഹിത്യ പടുക്കളിൽ ഇരുത്തം ചെന്നവനാണ് ഞാൻ പഠിച്ച നിരൂപണ ശാസ്ത്രം വെച്ച് ഈ ആയത്തിനെ, ഈ വചനത്തെ നിരൂപിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ആശയ പ്രപഞ്ചങ്ങളാണ് ഈ ഒരൊറ്റ കൊച്ചു വചനം ചുമന്നു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, ശരി, ഇങ്ങനെയാണല്ലേ തീരുമാനം? ഉറച്ച തീരുമാനല്ലേ? എന്നാൽ ഇന്നലെ വരെ നിന്നെ കണ്ടപ്പോ എഴുന്നേറ്റു നിന്നവർ നാളെ നിന്നെ കാണുമ്പോ ഇരിക്കും. ഇന്നലെ വരെ നിന്നെ കണ്ടപ്പം വന്ദിച്ചവരും ബഹുമാനിച്ചവരും നാളെ നിന്നെ കാണുമ്പോ കാർക്കിച്ചു തുപ്പും. നീ ഖുറൈശികളുടെ ലീഡറായിരുന്നു. ലീഡർഷിപ്പ് നാളെ തൊട്ട് തകർന്നു പോകും. നീ ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാതെ അവഗണിക്കപ്പെടും, കൊച്ചാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോഴേക്ക് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു, കണ്ടോ, പണം പറഞ്ഞപ്പോ ആ പ്രലോഭനത്തിൽ വലീദ് പെട്ടിട്ടില്ല. പക്ഷേ വലീദിന്റെ വീക്ക്നെസ് ലീഡർഷിപ്പാ. അത് മനസ്സിലാക്കിയ അബൂജഹൽ ഇത് പറഞ്ഞു. അപ്പോഴാണ് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞത്, നാളെ നേരം വെളുക്കുന്നത് വരെ ഒന്ന് സമയം തരണം. സത്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് പോകാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ ലീഡർഷിപ്പ് നഷ്ടപ്പെടുന്നതിൽ ബേജാറുണ്ട്. അപ്പൊ പറഞ്ഞു, നാളെ നേരം വെളുക്കുവോളം സമയം തരണം. ഈ ഒരു രാത്രി എന്നെ ചിന്തിക്കാൻ വിടുവോ? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു. വലീദ് ഇബ്നുൽ മുഗീറ ഇത് പറഞ്ഞപ്പോ അബൂജഹൽ പറഞ്ഞു, ആയിക്കോട്ടെ, ഇന്നത്തെ രാത്രി സമയം തരാം, അതിന് വിഷയമൊന്നുമില്ല. അങ്ങനെ സമയം കൊടുത്തു. അന്നത്തെ രാത്രി മൂപ്പർക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. പ്രശ്നം എന്താണെന്നറിയോ? ഒരു മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇത് സത്യമാണ്, അംഗീകരിക്കണം എന്നുള്ള വല്ലാത്ത ദാഹം. ഒരു ഭാഗത്ത് സമൂഹത്തിലെ നിലയും വിലയും നഷ്ടപ്പെട്ട് നാട്ടിലെ ലീഡർഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള ബേജാറ്, നേതൃത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ബേജാറ്. ഇത് രണ്ടും ഉള്ളത്. എന്നിട്ട് അത് രണ്ടും തമ്മിൽ ഇങ്ങനെ സംഘടനം നടത്തി അവസാനം ഒരു തീരുമാനം എടുക്കണമല്ലോ. ആ തീരുമാനം എടുക്കാൻ മൂപ്പര് വല്ലാതെ കുഴങ്ങി. തീരുമാനം എടുത്തു. അവസാനം ഒരു വേള ഇതിങ്ങനെ ലീഡർഷിപ്പ് പോവുകയാണെങ്കിൽ അങ്ങ് പോട്ടെ, എന്നാലും ആദർശം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അപ്പൊ പിന്നെ വീണ്ടും ലീഡർഷിപ്പ് പോയാൽ പിന്നെ എന്തിനാ എന്നെ കൊള്ളുക? അങ്ങനെ ഈ ഒരു ഭാഗത്ത് സത്യത്തോടുള്ള ഒരു താല്പര്യവും ഒരു ഭാഗത്ത് അധികാരത്തോടുള്ള ദാഹവും, ഇത് രണ്ടും കൂടെ അങ്ങനെ സംഘടന നടത്തുന്നതിൻ്റെ ഇടയിൽ ലാസ്റ്റ് തീരുമാനമായി. അവരാണ് പ്രഖ്യാപിച്ചു, എന്ത്, നമുക്ക് ലീഡർഷിപ്പ് നിലനിർത്താം. എന്നിട്ട് തീരുമാനമായിട്ട് എടുത്തു. ആളുകളെ പിറ്റേന്ന് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്കൊരു ചെറിയ അബദ്ധം കുടുങ്ങിയതാട്ടോ.
മുഹമ്മദ് അവതരിപ്പിക്കുന്ന വചനങ്ങൾ അത് മുഹമ്മദിന്റെ സ്വന്തം വചനാണ്. അത് മനുഷ്യവചനം മാത്രമാണ്. അത് ദൈവിക വചനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. ഞാൻ ഇന്നലെ എന്തോ ഒരു അശ്രദ്ധയിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. കാരണം നോക്കണം, നിങ്ങൾ മാറ്റി പറയാണ്. ഇന്നലെ പറഞ്ഞെന്ന് മാറ്റി പറയാണ്. യാതൊരു നാണവും ഇല്ല. അതെ, ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദറ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരായിട്ടാണ് ഇയാൾ എടുത്ത തീരുമാനത്തെ വിശുദ്ധ ഖുർആൻ ഒന്നുമല്ലാതെയാക്കി കളഞ്ഞത്. വിശുദ്ധ ഖുർആൻ പിറ്റേന്ന് ഇയാൾ ഈ തീരുമാനമൊക്കെ എടുത്തപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പിറ്റേന്ന് ആയത്തിറങ്ങി, ഇന്നഹു ഫക്കറ വഖദ്ദർ. തീർച്ചയായിട്ടും ആ മനുഷ്യൻ ആലോചിക്കാൻ പോയി. ഉണ്ടോ? ഇന്നഹു ഫക്കറ, അയാൾ ആലോചിച്ചു. വഫക്കർ, ഇന്നഹു ഫക്കറ വഖദ്ദർ, ആലോചിച്ചു. രാത്രി കിടന്നുറങ്ങാതെ ആലോചിച്ചിട്ട് അവസാനം അയാൾ ഒരു തീരുമാനത്തിലെത്തി. വഖദ്ദറ, ഫഖുതില കൈഫ ഖദ്ദർ, തുലയട്ടെ അയാൾ. എന്തൊരു തീരുമാനമാണ് അയാളുടെ ആലോചനക്കൊടുവിൽ അയാൾ എടുത്തത്. അയാളുടെ ആലോചനക്കൊടുവിൽ അയാൾ എടുത്ത തീരുമാനം അയാളുടെ മനസാക്ഷിക്കെതിരാ. അപ്പൊ ഖുർആൻ പറഞ്ഞു ഫഖുതില കൈഫ ഖദ്ദർ, എത്ര മോശമായ തീരുമാനമായി പോയി എടുത്തത്. തുലയട്ടെ അവൻ. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, പിന്നെയും തുലയട്ടെ അവൻ. എത്ര മോശമായ തീരുമാനമാണ് അയാൾ എടുത്തത്. എന്നിട്ട് അയാൾ ആ തീരുമാനം എടുക്കാൻ ഒരുങ്ങുമ്പം അയാൾക്കുണ്ടായ ആ മാനസിക വിഭ്രാന്തി ഉണ്ടല്ലോ, ആ ഒരു വടംവലി ഉണ്ടല്ലോ മനസ്സിന്റെ, അത് ശരിക്കും അങ്ങോട്ട് അവതരിപ്പിക്കുക ഖുർആൻ. സുമ്മ നളറ സുമ്മ അബസ വബസറ സുമ്മ അദ്ബറ വസ്തക്ബർ. പിന്നെ അയാൾ ഒന്ന് ആലോചിച്ചു, എന്താ വേണ്ടത്. ഇത് സത്യമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇതിന്റെ ഒപ്പം കൂടാനാ തോന്നുന്നത്. പക്ഷെ ലീഡർഷിപ്പ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തോന്നണില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചു. സുമ്മ അബസ, പിന്നെ അയാളൊന്ന് നെറ്റി ചുളിച്ചു. ഉണ്ടോ എന്ന് പറഞ്ഞാൽ നീരസം പ്രകടിപ്പിച്ചു, വിഷയത്തോട് വെറുപ്പ് പ്രകടിപ്പിച്ചു. സുമ്മ അബസ വബസർ, ദുഃഖം രേഖപ്പെടുത്തി. സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്നെ ഒന്ന് പിറകോട്ട് പോയി. മനസാക്ഷിക്കെതിരെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? വേണ്ട, എനിക്കെന്ത് ചെയ്യാം? സത്യത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാം. ലീഡർഷിപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതി ആ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് അയാൾ ഒന്ന് പിറകോട്ട് പോയി. പക്ഷേ വസ്തക്ബർ, വീണ്ടും അയാൾ അതാ അഹങ്കാരത്തോടെ മുന്നോട്ട് വന്നു. വസ്തക്ബർ, അഹങ്കാരത്തോടെ മുന്നോട്ട് വന്നിട്ട് ഫഖാല, മനസാക്ഷിക്കുത്തില്ലാതെ മനസാക്ഷിക്കെതിരെ അദ്ദേഹം സംസാരിച്ചു. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. ഇത് തനിച്ച മാരണമാണ്, ഇതൊരു മനുഷ്യവചനം മാത്രമാണ് എന്നങ്ങ് പറഞ്ഞു. കണ്ണും മുറുക്കി ചിമ്മി അങ്ങ് പറഞ്ഞു. പൂച്ച പാല് കുടിക്കും പോലെ കണ്ണും മുറുക്കി ചിമ്മി അങ്ങ് പറഞ്ഞു. നോക്ക് നിങ്ങൾ, മനസ്സ് മുഴുവനും പറയുന്നു ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്ന് മനസ്സ് പറയുന്നു. പക്ഷെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ല. ഏതിന്? തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ലീഡർഷിപ്പിനോടുള്ള ദാഹം. ആ ലീഡർഷിപ്പിനോടുള്ള ദാഹമാണ് ഇതിന് തടസ്സം രേഖപ്പെടുത്തുന്നത്, ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ അയാൾ അങ്ങ് പറഞ്ഞു. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അല്ലേ, നല്ല മനോഹരമായിട്ടുണ്ട്. അയാൾ അപ്പം അനുഭവിച്ച എല്ലാ മാനസിക സംഘർഷങ്ങളും ഈ വചനങ്ങളിലുണ്ട്. സുമ്മ നളറ സുമ്മ അബസ വബസറ സുമ്മ അദ്ബറ വസ്തക്ബർ. മുന്നോട്ട് നിൽക്കുന്നത്, ബാക്കോട്ട് നിൽക്കുന്നത്, വേണോ വേണ്ടേന്ന് വിചാരിക്കുന്നത്, പിന്നെയും തീർച്ചയായിട്ടും അതിന്റെ മുകൾ ഭാഗം ഫലസമൃദ്ധമാണ്, അതിന്റെ താഴ്ഭാഗം എല്ലാ അർത്ഥത്തിലും അത്
പൊതിർന്നു കുതിർന്നു നിൽക്കുന്നതാണ്. എല്ലാ അർത്ഥത്തിലും ഈർപ്പമുള്ളതാണ്. ഒരു മരത്തോട് ഉപമിപ്പിച്ചു ഈ വിശുദ്ധ ഖുർആനെ. എന്നിട്ട് പറഞ്ഞു അതിന്റെ താഴ്ഭാഗത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഈർപ്പമുണ്ട്, എപ്പോഴും കുതിർന്നു നിൽക്കുകയാണ്. മുകളിലേക്ക് നോക്കിയാൽ കായ്ക്കനികൾ ഉലഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വചനം, ഇതേതാണ് ഈ വചനം എന്നറിയോ? ഈ വചനം തീർച്ചയായിട്ടും ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഇതിനെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല എന്ന് തലേന്ന് അഭിപ്രായം പറഞ്ഞ മനുഷ്യനാണ് പിറ്റേന്ന് ഉളുപ്പില്ലാതെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ആയത്ത്. അതാദ്യം മനസ്സിലാക്കുക. ഇയാളെ അടക്കം മാറ്റി ചിന്തിപ്പിക്കാൻ ഒരു വേള തയ്യാറായ ആയത്ത്. ഇനി നമുക്ക് ആ ആയത്തിന്റെ ആശയങ്ങളൊന്ന് പറയാം. ഞാൻ ഇത് ആദ്യം പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ആയത്ത് എത്രത്തോളം ബഹുമാനമുള്ളതാണ്. ഇന്ന് കേട്ട വഅളും ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനാണ്. നാളെ നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ ആ ആയത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണമല്ലോ. അതിനു വേണ്ടി അത്രയും പറഞ്ഞത്. ഇനി ഈ ആയത്തിൽ അല്ലാഹു 3 കൽപ്പനകളും 3 വിരോധനകളും ആ പറഞ്ഞത്. അതിൽ ഇസ്ലാം മുഴുവനും ഉണ്ട് എന്നാണ് എൻ്റെ വാദം. എൻ്റെ വാദമല്ല, ബഹുമാനപ്പെട്ട മഹാന്മാരും മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതിയത്. 1, കൽപ്പിച്ചു എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ഏതാ? അദ്ല്, അല്ലേ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി. ലോകം നിലനിൽക്കുന്നത് നീതിയിലാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന നീതി പാലിക്കണം എന്നാ പടച്ചോൻ പറഞ്ഞു. എവിടെ അനീതി തലപൊക്കുന്നുണ്ടോ അവിടെ അസമാധാനം വരും, അല്ലേ? അനീതി എവിടെ വന്നാലും അവിടെ അസമാധാനം വരും. നീതി പൂത്തുലഞ്ഞു നിൽക്കണം. ഈ നീതി എന്ന് പറഞ്ഞത് എന്താ? അല്ലാഹുവിനോട് കൂടെ നീതിയുണ്ട്, മുത്തുനബിയോട് കൂടെ നീതിയുണ്ട്, മാതാപിതാക്കളോടൊപ്പം ഒരു നീതിയുണ്ട്, ഗുരുനാഥന്മാരോടൊപ്പം നീതിയുണ്ട്, കൂട്ടുകാരോടൊപ്പം നീതിയുണ്ട്, അയൽക്കാരനോട് നീതിയുണ്ട്, ഭാര്യയോട് നീതിയുണ്ട്, ഭർത്താവിനോട് നീതിയുണ്ട്, പ്രജകളോട് നീതിയുണ്ട്, ഭരണാധികാരികളോട് നീതിയുണ്ട്, ക്ലാസ്മേറ്റുകളോട് നീതിയുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയാ, ഒരൊറ്റ ബിൽ അദ്ൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഇങ്ങനെയാണ് ഇത് വിശാലാകുന്നത്. നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ മേഖലകളിൽ ഒന്നും അനീതി വരരുത്. നീതി ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. പടച്ചോനെ, ഇത് വിശദീകരിക്കുകയാണെങ്കിൽ ഇതിന് മാത്രം, ഞാൻ ഇപ്പം ഈ പറഞ്ഞത് മാത്രം ഒന്ന് ചെറുതായി വിശദീകരിച്ചാൽ ഇന്ന് 4 മണിക്കൂർ സമയം നമ്മൾ പറഞ്ഞാലും എവിടെ എത്തൂല. നമ്മളിവിടെ 9:15 10 മണിക്ക് ദുആ അടക്കം കഴിയണം. അതാണ് നമ്മുടെ തീരുമാനം. അപ്പം അതുകൊണ്ട്, കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അപ്പോൾ പെട്ടെന്ന് നിർത്താം. ഞാൻ ചുരുക്കി അങ്ങോട്ട് പറയാം. അപ്പം ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ വൈപുല്യം മനസ്സിലായിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനോട് കൂടെയുള്ള നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശവും ഭൂമിയും അന്തരീക്ഷവും വെള്ളവും ഭക്ഷണവും, നമുക്ക് കഴിക്കാനുള്ള വെള്ളവും ഭക്ഷണവും വെളിച്ചവും വായുവും എല്ലാം നൽകിയതാരാ? അള്ളാഹുവാണ്. ആ റബ്ബാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ റബ്ബാണ് ഇതൊക്കെ ഒരുക്കി തന്നത്. അപ്പൊ ആദ്യം അങ്ങനെ ഒരു റബ്ബുണ്ടെന്ന് സമ്മതിക്കണം. സമ്മതിച്ചില്ലെങ്കിൽ അനീതിയാ. ദൈവനിഷേധം അനീതിയാണ്. ഒന്നാമത്തെ അനീതി അതാണ്. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഒരു വലിയ മുതലാളിയാ റേഷൻ വാങ്ങിക്കൊടുക്കുന്നത്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക. റേഷൻ കടയിൽ പോയിട്ട് റേഷൻ വാങ്ങിയാൽ മതി. പേയ്മെന്റ് ഈ ആചാരം ഒന്ന് സങ്കല്പിക്കുക. എന്നാൽ ഇത് അവിടെ ഒന്നും നിൽക്കണ കേസല്ല കേട്ടോ. ഇതൊരു റേഷന്റെ കാര്യം മാത്രമല്ല. ഈ നാട്ടിലെ ആളുകൾ കുടിക്കുന്ന വെള്ളം ഇയാൾ കൊടുക്കുന്നതാണ്. ഈ നാട്ടിലെ ആളുകൾ ശ്വസിക്കുന്ന വായു ഇയാൾ കൊടുത്തില്ലെങ്കിൽ കിട്ടൂല. അങ്ങനെയാണ് സത്യമുള്ളത് എങ്കിൽ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ആചാരം ഈ നാട്ടിലുണ്ട്, ഒരു മുതലാളി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ നാട്ടിൽ അയാൾ അങ്ങാടിക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ അങ്ങാടിയിലുള്ളവരൊക്കെ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റിക്കൂലേ? നിൽക്കും. ഇയാള് ഞങ്ങളുടെ ബോസാണെന്ന് സമ്മതിക്കൂലേ? റബ്ബാണെന്ന് സമ്മതിക്കൂല? ഉടമയാണ്, മുതലാളിയാണ്, സമ്മതിക്കും.
അതാരെങ്കിലും സമ്മതിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരെന്താ? പച്ചക്ക് പറഞ്ഞാൽ നന്ദികേട് അല്ലേ? അതിന്റെ പേര് പച്ചക്ക് പറഞ്ഞാൽ നന്ദികേടെന്നാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സുഖ സൗകര്യങ്ങളൊക്കെ എനിക്കും ഉങ്ങക്കും ചെയ്തു തന്നിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കാതെയും അള്ളാഹുവിനെ അനുസരിക്കാതെയും അല്ല ഇല്ല എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകത്ത് നാം അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ 6000 ചില്ലാനം വചനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ സംസാരിച്ചത് തൗഹീദിനെ കുറിച്ചാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമ്മതിച്ചേ പറ്റുള്ളൂ. അല്ല ഉണ്ടെന്ന് സമ്മതിക്കണം. അല്ല ഉണ്ടെന്ന് സമ്മതിച്ചാലും പറ്റില്ല, പോരാ. അല്ല ഉണ്ടെന്ന് സമ്മതിച്ചാലും പോരാ. പിന്നെന്ത് ചെയ്യണം? അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യരും ഇല്ലെന്നും കൂടെ സമ്മതിക്കണം. അപ്പോഴല്ലേ ശരിയാവുള്ളൂ. ആചാരാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ ആചാരം അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ ആചാരം കേൾക്കണത് എന്താ? അത് ആചാരം ഒറ്റക്കൊന്നുമല്ല, വേറെയും പലരും തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആചാരം ചോദിപ്പിക്കും. ഉറപ്പാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിലെ വലിയൊരായത്തുണ്ട്. സൂറത്തുൽ ബഖറയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനായിട്ട് സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അതിലൊരു അക്ഷരം പോലും പടച്ചവനെ പറ്റി അല്ലാതെ പറഞ്ഞിട്ടില്ല. എല്ലാം ഉലൂഹിയത്താണ് അതിൽ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് അതിലെ സംസാരം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിപൂർണമാകണമെങ്കിൽ, തൗഹീദ് പരിപൂർണമാകണമെങ്കിൽ എങ്ങനെയൊക്കെ വിശ്വസിക്കണോ അത് മുഴുവനും അതിലുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ പോയി തപ്പിയാൽ കിട്ടും. 10 മണിക്കൂർ ആയത്തുൽ കുർസിയുടെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. 36 തഫ്സീറുകൾ വെച്ച് പഠനം നടത്തിയിട്ട് 10 മണിക്കൂർ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നതിൻ്റെ ഒരു തഫ്സീർ. ഇപ്പോൾ അതിലേക്ക് പോവല്ല. ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ ശരിക്കും ആയത്തുൽ കുർസിയുടെ അർത്ഥം ഒരാള് പഠിക്കേണ്ട ക്രമത്തിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണ് ഭക്ഷണം തരുന്നത്, വെള്ളം തരുന്നത്, വായു തരുന്നത്, വെളിച്ചം തരുന്നത്, ആകാശം അവൻ്റെതാണ്, ഭൂമി അവൻ്റെതാണ്, ഇവിടെയുള്ള സകല പടപ്പുകളും അവൻ്റെതാണ്, നമ്മുടെ കയ്യിലുള്ളതൊക്കെ അവൻ്റെതാണ്. വമാ ബികും മിൻ നിഅ്മതിൻ ഫമിനല്ലാഹ്. ഇങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കാണ്ട് മനസ്സിൽ കയറിയ മനുഷ്യൻ പറയും, അല്ലാത്ത ഒരാൾ ആരാധിക്കുന്നവരെ കണ്ടാൽ അയാൾക്ക് എന്ത് ചെയ്യും? സഹിക്കൂല. അപ്പൊ അവരോട് ഒരു ഓപ്പോസിറ്റ് മൈൻഡോടെ പെരുമാറാൻ ഒരുങ്ങിയാൽ പ്രശ്നം. കാരണം ഇപ്പം നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു സന്തോഷത്തോടെ. ഞാൻ നേരത്തെ ഇവിടെ തങ്ങളുപ്പാപ്പയുടെ സംസാരം കേട്ടപ്പോൾ വല്ലാതെ സന്തോഷിച്ചു. കാരണം ഏകോദര സഹോദരങ്ങളെപ്പോലെ എല്ലാ മതവിഭാഗങ്ങളും സ്നേഹപൂർവം ജീവിക്കുന്ന ഒരു നാട് നമ്മുടെ കേരളം. ആരൊക്കെ എങ്ങനെയൊക്കെ എന്തിനൊക്കെ ശ്രമിച്ചാലും കേരളത്തിൽ പെട്ടെന്നൊന്നും ഈ മതവിദ്വേഷം വളർത്താൻ കഴിയില്ല. മതത്തിൻ്റെ ഇടയിൽ, മതത്തിൻ്റെ ഉള്ളിൽ വേലിക്കെട്ടുകൾ തീർക്കാൻ കഴിയില്ല. മനുഷ്യനായി കണ്ട് അവനവൻ്റെ മത നിയമങ്ങളുമായിട്ട് ഒതുങ്ങി ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായിട്ട് ആയത്തുൽ കുർസി കൃത്യമായിട്ടാണ് പഠിച്ചാൽ അല്ലാത്തൊരു ഇലാഹ് ഉണ്ടെന്ന് പറയാൻ കഴിയൂല. ഉറപ്പാണല്ലോ, അതൊരു സത്യമാണ്. പക്ഷെ അപ്പൊ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിലോ അവനെ നേരിടണമെന്ന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമായിരിക്കും. അതുകൊണ്ട് ആയത്തുൽ കുർസിയാണ് കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വഹുവൽ അലിയ്യുൽ അദീം എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഖുർആനിലെ വാക്കെന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ. കണ്ടോ? കാരണം ഈ ഒരു വൈകാരികത അവിടെ വരും. അപ്പൊ പറഞ്ഞു ലാ ഇക്റാഹ ഫിദ്ദീൻ. പക്ഷേ മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരം അരുത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. കത്തിമാളും എടുത്തിട്ടല്ല, ഒരു ഈർക്കിളി എടുത്തിട്ട് പോലും ഒരു മനുഷ്യനെയും ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിച്ചുകൂടാ. ലാ ഇക്റാഹ ഫിദ്ദീൻ. എത്ര കൃത്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഉസഖ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം.
അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട് ആ ഹദീസ്. ഉസഖ് എന്നാണ് അയാളുടെ പേര്. അയാള് മുസ്ലിമായിരുന്നില്ല. അടുത്ത കൂട്ടുകാരനായിരുന്നു ഉമർ തങ്ങളുടെ. അമീറുൽ മോമിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ നമ്മൾ പറയാം. അടുത്ത കൂട്ടുകാരൻ, തന്റെ അടുപ്പക്കാരൻ ഉസഖായിരുന്നു. അദ്ദേഹം തീയാരാധകനായിരുന്നു. തീയനെ ആരാധിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഈ ഒരു സമയത്ത് നസ്രാനിയ അദ്ദേഹം ക്രൈസ്തവ സഹോദരനായിരുന്നു. ഇങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, നീ ഇപ്പോ നിന്റെ ആ മതം ഉപേക്ഷിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാണെങ്കിലും ഒന്നും കൂടെ സൗകര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഇസ്ലാമിൻ്റെ എല്ലാ രഹസ്യങ്ങളും നിന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ പറ്റുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘടനാപരമായ രഹസ്യങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രാസ്ഥാനികമായ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അമീറുൽ മോമിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വന്തക്കാരനാണ്, അടുപ്പക്കാരനാണ്, കൂട്ടുകാരനാണ്. എന്നെ നിങ്ങൾ ഒരിക്കലും അവിശ്വസിക്കേണ്ട. എന്തു എന്നോട് പങ്കുവെക്കാം, ഞാനത് മറ്റൊരാളോട് പറയില്ല. ഒരു രഹസ്യവും ഞാൻ പുറത്തു പറയില്ല. എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ ആ മതം ഉണ്ടല്ലോ, വൃത്തികെട്ട മതത്തിലേക്ക് എന്നെ ക്ഷണിക്കരുത്. ഓ, ഇതാരോടാ പറയണത്? അതാ ആലോചിക്കണ്ട്. ഇത് പറയണ എന്നോട് നിങ്ങളോടല്ല, ഉമർതങ്ങളോടാ. ഉമർതങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, അവിടുത്തെ നിലപാട് കുറച്ച് കടുപ്പമുള്ള നിലപാടാ. ഉമർ തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉള്ളത് കൊണ്ടാണ് നിന്റെ തലയോടലിൽ ബാക്കിയുള്ളത്. അതിന് മറുപടി, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും സഹിക്കാത്ത വർത്താനം അത്. പക്ഷേ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. അതുകൊണ്ട് നമുക്ക് പരസ്പരം സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. മതത്തിൽ ബലാത്കാരം പറ്റൂല എന്നാ. അല്ലെങ്കിൽ നിന്നെ കൊണ്ടുവരുന്ന പണിയൊക്കെ എനിക്കറിയാം, അതാണ് മൃതങ്ങളാ പറഞ്ഞത്. പക്ഷേ അത് ഞാൻ ചെയ്യൂല. എന്തുകൊണ്ട്? എന്റെ മതം അതെന്നെ വിലക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്നാലോചിച്ച് നോക്കൂ. ഈ ഇസ്ലാമിന്റെ പുറത്ത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചാപ്പ കുത്തുന്നത് അത്ര എളുപ്പല്ല. പിന്നെ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് വരുന്നില്ല, എല്ലാ മതങ്ങളിലും ഉണ്ട്. എല്ലാ മതങ്ങളിൽ നിന്നും വരുന്നുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇസ്ലാം ഭീകരവാദം പഠിപ്പിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിന്റെ അർത്ഥം അറിയുന്നവന്, റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവന്, അല്ലാഹ് ഉണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്ന പടച്ചോൻ, അതാണ് റഹ്മാന്റെ അർത്ഥം. ഇതറിയുന്ന ഒരാൾക്ക് ഭീകരവാദിയാകാൻ പറ്റുമോ? ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ സെക്യുലർ മനോഭാവം, അള്ളാഹുവിന്റെ മനോഭാവം തന്നെ അങ്ങനെയാണ്. ഭൂമിയിൽ പരലോകത്തെത്തുമ്പോഴാണ് റഹീമിയത്തിന്റെ സ്വഭാവം. നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കളങ്കമില്ലാതെ വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ നീതി. ഇനി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നീതിയുണ്ട്. ആ നീതി എന്താണ് കൂട്ടുകാരെ? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റും അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കണം, ചെയ്യൂലാന്ന് വിശ്വസിക്കണം. ഹബീബ് പെർഫെക്റ്റ് പേഴ്സൺ ആണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പേഴ്സണാലിറ്റിക്ക് എവിടെയെങ്കിലും ഒരു കളങ്കമുണ്ട്, എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മോൾ, കറുത്ത പുള്ളി ആ ജീവിതത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് മുത്തുനബിയോടുള്ള അനീതിയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല തൗഹീദ്, മുഹമ്മദുർ റസൂലുള്ളാഹിയും കൂടെ അതിലേക്ക് ചേരണം. ആ റിസാലത്തിന്റെ വാക്യവും കൂടെ അതർഹിക്കുന്ന രൂപത്തിൽ ബഹുമാനത്തോടെ കാണുമ്പോഴേ നമുക്ക് നന്നാകാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഒരു കാര്യം തറപ്പിച്ചങ്ങ് പറയാൻ പറ്റുക. മുസ്ലിമായ പോരാ, സുന്നി ആവണം. ഒരു ജനറൽ മുസ്ലിം അത് പോരാ. കാരണം എന്താ? മുത്തുനബിയോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഒക്കെ മതിപ്പും കൂറുമുള്ള ഒരു വിഭാഗം അത് അഹ്ലു സുന്നയായിരിക്കും.
അപ്പൊ അതും കൂടി ആയിരിക്കാം, അല്ലാത്തത് അനീതിയാണ്. മുത്തുനബിയോട് അല്ലാഹ് പറഞ്ഞു, നബിയെ തങ്ങളുടെ മുബാറക്കായ ആയുസ് സാക്ഷിയാണ് തങ്ങളെ. ഇന്നഹും ലഫീ സക്റതിഹിം യഅ്മഹൂൻ. മനുഷ്യരൊക്കെ അവരുടെ ജീവിത വെപ്രാളങ്ങളിൽ അലഞ്ഞു തിരിയുമ്പോ അതേ ജീവിത നൗക ഇനി എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്നറിയാതെ വെപ്രാളം പൂണ്ട് കിടക്കുന്ന മനുഷ്യർക്ക് അവരുടെ മുമ്പിൽ ഒരു ഗൈഡായി പറഞ്ഞു കൊടുക്കാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും പതറിയിട്ടില്ലാത്ത തങ്ങളുടെ 63 കൊല്ലക്കാലത്തെ ജീവിതമാണ്. വഴിയറിയാതെ അലഞ്ഞു തിരിയുന്നവർക്ക് മുമ്പിലുള്ള ഗൈഡ്, വഴികാട്ടി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ 63 വയസ്സിൽ 5 മിനിറ്റ് പോലും കളങ്കം ഉണ്ടാവാൻ പാടില്ല. കളങ്കം ഉണ്ടാവില്ല. 1-ാമത്തെ വയസ്സ്, അതിലൊരു 5 മിനിറ്റ് സമയം വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. റസൂലുള്ളാഹിന്റെ 1-ാമത്തെ വയസ്സിൽ 40 നബിയായിന്റെ ശേഷമുള്ള വർത്താനല്ല, ഖുർആൻ ഇറങ്ങിയതിന്റെ ശേഷമല്ല. 1-ാമത്തെ വയസ്സിൽ ഹലീമ ബീവിയുടെ അടുത്ത് പാല് കുടിച്ച് വളരുന്ന ചെറിയ കുഞ്ഞുമോന് മുഹമ്മദുനിൽ മുസ്തഫ. നല്ലോണം ആള് കൂടിയിട്ടുണ്ട്. ഈ സ്വലാത്തും കൂടെ ഒന്ന് മനോഹരായിട്ട് പൊങ്ങിയാൽ ഈ സദസ്സ് അല്ലാഹ് കബൂലാക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകട്ടെ. സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിന്റെ അടുത്ത് പാല് കുടിക്കുന്ന കാലം 1-ാം വയസ്സാ, 1 വയസ്സ് പൂർത്തിയായിട്ടില്ല. ആ കാലത്ത് ഹലീമ ബീവി വലതുഭാഗത്തുള്ള പാലാണ് ആർക്ക് കൊടുക്കാറുള്ളത്? വലതുഭാഗത്തുള്ള സ്തനത്തിലെ പാലാണ് മുഹമ്മദ് റസൂലുള്ളാഹി കൊടുക്കാറുള്ളത്. സ്വന്തം കുട്ടിക്ക്, ഹലീമ ബീവിക്ക് ഒരു കുട്ടിയുണ്ട്, ലംറത്താണോ അല്ലേന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഏതായാലും ഹലീമ ബീവിന്റെ കുട്ടി, ആ കുട്ടിക്ക് ഇടത്തെ മുലയിലെ പാലുവാ കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരു ദിവസം ലംറത്ത് ഉറങ്ങുകയാണ്. ലംറത്ത് എന്ന് പറഞ്ഞാൽ ഹലീമ ബീവിന്റെ കുട്ടിനെ പറ്റിയിട്ട് അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ കുട്ടി ഉറങ്ങുകയാണ്, ഹലീമ ബീവിന്റെ കുട്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്തു, കുഞ്ഞുമോൻ മുഹമ്മദിന് പാല് കൊടുത്തു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അങ്ങനെ വലത്തെ മുലയിലെ പാല് കഴിഞ്ഞപ്പോൾ ഇടതുഭാഗത്തേക്ക് തിരിച്ചു കിടത്തി. മോൻ ഉണരുമ്പോഴേക്ക് ഇനിയും പാലുണ്ടായിക്കോളെന്ന് കരുതി. ഈ ഇടത്തെ ഭാഗത്തുള്ള പാൽ അവന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞ് മുഖമങ്ങ് തിരിച്ച് വായിൽ നിന്ന് ആ മുലക്കണ്ണൊഴിഞ്ഞ് തിരിഞ്ഞ് അങ്ങേ പുറത്തേക്ക് അങ്ങ് കിടന്നു. എന്താ സംഭവം? ഒന്നുമല്ല, നബിയെ തങ്ങളുടെ ആയുസ് പരിശുദ്ധാണ് കേട്ടോ. വഴിയറിയാതെ അലഞ്ഞു തിരിയുന്നവർക്കൊക്കെ വഴി കാണിക്കാൻ മാത്രം സെറ്റപ്പുള്ള ജീവിതമാണ് അങ്ങയുടെ ജീവിതം എന്ന് റസൂലുള്ള പറഞ്ഞ അല്ല പറഞ്ഞ ജീവിതത്തിൽ ഒരു 5 മിനിറ്റാണ് ഇപ്പൊ ഈ പറയുന്നത്. അതും അതിൽ പെട്ടതാണല്ലോ. 63 വയസ്സാണ് അമ്രുക്ക എന്ന് പറഞ്ഞതെങ്കിൽ ഈ ഒരു 5 മിനിറ്റ് അതിൽ വിടുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ 5 മിനിറ്റ് സമയത്ത് ചെറിയ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലെയുള്ള ചാബല്യം മുത്തുനബിക്കും ഉണ്ടായിരുന്നെങ്കിൽ മുത്തുനബി ആ പാല് കുടിക്കായിരുന്നു അല്ലേ? കാരണം ഞമ്മക്കാണത് തന്നതെങ്കിൽ നമ്മളെ ഉമ്മ പാല് കുടിക്കുന്ന കാലത്ത് ആരാന്റെ ഹക്ക് തന്നാ തിന്നാതിരിക്കുന്നതിലല്ല അത്ഭുതം. ഉമ്മ വിഷം തന്നാ തിന്നൂലേ നമ്മള്? ഉമ്മ വിഷം തന്നാൽ തിന്നൂലേ നമ്മള്? ഉമ്മ തന്നാല് തിന്നും, അത്രേ ഉള്ളൂ. അവിടെ ആരാൻ്റെത് കൈയിട്ട് വാരരുത് എന്നൊക്കെ ഉള്ളൊരു ബോധം ഉണ്ടാവുമോ? അങ്ങനെ ഒരു പൊതുബോധമൊക്കെ ഉണ്ടാവുമോ അന്ന്? അള്ളാഹുവിന്റെ റസൂൽ ചിന്തിച്ചത് എന്താ? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ലിഅന്നഹു ഖദ് അലിമ അന്ന ലഹു ശരീകൻ ഫി റളാഅ. ലിഅന്നഹു ഖദ് അലിമ അന്ന ലഹു ശരീകൻ ഫി റളാഅ. ഈ സംഭവം നമ്മുടെ ശറഫുൽ അനാം മൗലിദിലുണ്ട്. ഇതേ സംഭവം പറയുന്നുണ്ട്. ശറഫുൽ അനാം മൗലിദിന്റെ ഒരു ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ സംഭവം കാണാൻ കഴിയും. പക്ഷേ ഈ മങ്കൂസ് മൗലിദേ പലപ്പോഴും ഫുള്ളായിട്ട് ഓതലുള്ളൂ. ശറഫുൽ അനാം ആകെ 2-3 ഹദീസേ ഓതലുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും പരിചയമില്ലാത്തത്. അതിൽ വരുന്നുണ്ട് ഈ സംഭവം. അപ്പം എന്താ പറഞ്ഞത് സുയൂത്തിമാമ് പറഞ്ഞു, അത് കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് മുത്തുനബിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ഉമ്മന്റെ പാല് കുടിക്കാൻ ഞാൻ ഒറ്റക്കല്ല, എനിക്കൊരു പാർട്ട്ണറും കൂടെ ഉണ്ട്. അന്നലഹു ശരീകൻ ഫി റളാഅ. അപ്പൊ ഞാൻ ഈ പാല് കുടിച്ചാൽ അതാരാന്റെ ഹക്കിൽ കൈയിട്ട് വാരലാണ്. അങ്ങനെ ഞാൻ ചെയ്താൽ വളർന്ന്
വലുതായി 40 പൂർത്തിയായി. അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ മുത്തുനബിക്ക് ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വഅദ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറയാ, യുഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണത്. യുഅ്ദിലൂ, സമൂഹമേ നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വാ, അതാണ് കേട്ടോ പടച്ചോനെ പേടിക്കാൻ ഏറ്റവും നല്ല മാർഗം നീതി പാലിക്കലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വഅദ് പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സദസ്സിൽ നിന്ന് ലംറത്ത് എഴുന്നേൽക്കാനുള്ള സാധ്യത ഉണ്ട്. ലംറത്ത് അന്ന് എഴുന്നേൽക്കാനുള്ള സാധ്യത ഉണ്ട്. അന്നത്തേക്ക് ലംറത്തും വളർന്നു വലുതായില്ലേ. ലംറത്ത് പറയും, ചെറുപ്പത്തിൽ എൻ്റെ പാല് കട്ട് കുടിച്ചിട്ട് ആ വഅദ് പറയണതെന്ന് ചോദിക്കും. ഇതിപ്പോ ഞാൻ വഅദ് പറയുമ്പോൾ എനിക്കിത് തടസ്സമല്ല. എൻ്റെ നാട്ടിൽ എല്ലാ കൊല്ലവും ഞാൻ 5 ദിവസത്തെ പഞ്ചദിന പ്രഭാഷണം നടത്തും. വർഷങ്ങളോളായി എല്ലാവരും കൂടും. അത് പലപ്പോഴും മതത്തിന്റെ പോലും വേർതിരിവില്ലാത്ത വളരെ സൗഹാർദ്ദപൂർവ്വം താമസിക്കുന്ന നാടായതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും വഅദ് കേൾക്കാൻ. ഞാനത് കൊല്ലങ്ങളോളായി 14 കൊല്ലമായി പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഞാൻ വഅദ് പറയുമ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചവർക്ക് ഇങ്ങനെയൊക്കെ എന്നെ പറ്റിയും പറയാണ്ടാവും അല്ലേ. ഞാൻ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, എടാ നീ പണ്ട് നമ്മളെ അട്ടിപ്പാത്രത്തിൽ നിന്ന് നീ എൻ്റെ കൂട്ടാൻ മോഷ്ടിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ എൻ്റെ മിഠായി മോഷ്ടിച്ചിട്ടില്ലേ, എൻ്റെ വീട്ടിലെ മാമ്പഴം നീ എറിഞ്ഞു വീഴ്ത്തി തിന്നിട്ടില്ലേ എന്നൊക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ പറയാനുണ്ടാവും. എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടില്ലേ. ചെറിയ കുട്ടിക്കാലത്തുള്ള ദൗർബല്യങ്ങളുണ്ടല്ലോ, ആ കുട്ടിക്കാല ചാബല്യം പോലും ബാല്യകാല ചാബല്യം പോലുമില്ലാത്ത പരിശുദ്ധമായ വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എൻ്റെ ചെറുപ്പക്കാലത്ത് അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ച് ഇന്ന് എൻ്റെ വഅദ് കേൾക്കുന്നതിനും എന്നെ ബഹുമാനിക്കുന്നതിനും എന്നോട് മതിപ്പ് കാണിക്കുന്നതിനും കുറി കാണിക്കുന്നതിനും എൻ്റെ നാട്ടുകാർക്ക് തടസ്സമല്ല, എൻ്റെ ഒപ്പം പഠിച്ചവർക്കടക്കം. കാരണം ആ കുട്ടിക്കാല ചാബല്യമായിട്ട് വിട്ടു. പക്ഷെ മുത്തുനബിക്ക് അതുപോലും ഇല്ലായിരുന്നു. അതാണ് ആ ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ. അല്ലാഹ്. അപ്പം അതുകൊണ്ട് മുത്തുനബിയെക്കുറിച്ച് ന്യായമല്ലാത്ത ഒന്നും വിശ്വസിക്കരുത്. നീതിയും ന്യായവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിശ്വാസത്തിലും വേണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് വിശദീകരിക്കാൻ സമയമല്ല. അയൽക്കാരനോട് നീതിയുണ്ട്. അയൽക്കാരനെ ശല്യം ചെയ്യാൻ പോകരുത്. ചിലർ അതിർത്തിയിൽ അതിരിൽ കിടന്ന് ഇങ്ങനെ കളിക്കും. ചിലർക്ക് അതൊരു രസമായിരിക്കും. മുസ്ലിമിന് ചേർന്ന പണിയല്ല അതിരിൽ കിടന്ന് കളിക്കുക. അതിർകല്ലുകളൊക്കെ അങ്ങനെ ഒരു അനക്കം അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടും കളിച്ചിട്ടും ഒക്കെ ഉള്ള ആളുകൾ പറ്റില്ല. അയൽക്കാരെ ശല്യം ചെയ്യുന്നത് ചിലർക്കൊരു ഹോബിയാ. ഇസ്ലാം അനുവദിക്കുന്നില്ല. മാതാപിതാക്കളോട് നീതിയുണ്ട്. പ്രസവിച്ച് പോറ്റി വളർത്തിയ, ചോര നീരാക്കി അധ്വാനിച്ച് എന്നെയും നിങ്ങളെയും നമ്മളാക്കി മാറ്റിയ മാതാപിതാക്കളോട് കരുണയും സ്നേഹവും, പ്രത്യേകിച്ച് വാർദ്ധക്യ സമയത്ത് അവർക്ക് കരുതലും കൊടുക്കാത്ത മക്കള് അനീതിയുടെ മൂർത്തിഭാവങ്ങളായ യാതൊരു സംശയവുമില്ല, ഉണ്ടാവാൻ പാടില്ല. മാതാപിതാക്കളെ നല്ല പോലെ കെയർ ചെയ്യണം. ബിൽ പെട്ടതാണ്. കൂട്ടുകാരോട് നീതിയുണ്ട്. കൂട്ടുകാരനോട് അനീതി കാണിക്കരുത്. ഇസ്ലാം പറഞ്ഞതിനെതിരാണത്. ക്ലാസ്മേറ്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിപ്പോൾ എന്തൊക്കെയാ നടക്കുന്നത്. ഉമ്മാനും വാപ്പാനും നോക്കുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. ഉമ്മാനെ കൊല്ലുന്നു, വാപ്പാനെ കൊല്ലുന്നു, മൂത്താപ്പനെ കൊല്ലുന്നു, മൂത്തമ്മനെ കൊല്ലുന്നു അല്ലേ. ആമർ എടുത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ കൊല്ലുക. ഇന്നത്തെ ഒരു യുഗം അതാണ്. സ്വന്തം കൂടെ പഠിക്കുന്ന സഹപാഠികൾ തല്ലിക്കൊല്ലുന്നു. അരുത്. നീതി എവിടെ സമ്പൂർണമാകുന്നുണ്ടോ അവിടെയാണ് ലോകത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാകുന്നത്. മുത്തുനബി പറഞ്ഞു, ബിൽ അദ്ലി ഖാമത്തി സമാവാതു വൽ അർള്. ബിൽ അദ്ലി ഖാമത്തി സമാവാതു വൽ അർള്. നീതിയുടെ നിലനിൽപ്പിലാണ് ആകാശഭൂമിയുടെ നിലനിൽപ്പെന്ന് മുഹമ്മദുനിൽ മുസ്തഫ. നീതി എവിടെ അസ്തമിച്ചോ അന്ന് ആകാശഭൂമികളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യും. രാജ്യത്തിന്റെ നിലനിൽപ്പ് അവസാനിക്കും. ആകാശവും ഭൂമിയും താഴ്ഭാഗവും മുകൾ ഭാഗവും ഒക്കെ സുരക്ഷിതമാകണമെങ്കിൽ നീതി വേണം. അനീതി കുത്തഴിഞ്ഞാടാൻ തുടങ്ങിയാൽ മുകളിലൂടെ വന്നിട്ട് മിസൈൽ വർഷങ്ങൾ ഇങ്ങനെ നടക്കും അല്ലേ.
ആകാശത്ത് സമാധാനം കിട്ടൂല. അവിടെ അനീതി ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും ആകാശം. ഭൂമി അത് സ്വീകരിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴപ്പങ്ങൾ വരും, ആകാശത്തു നിന്ന് കുഴപ്പങ്ങൾ വരും. എവിടെയും സമാധാനം ഉണ്ടാവില്ല. അതിൽ നീതി വേണം, നീതി വേണം. അതുകൊണ്ട് തന്നെ ഭീകരാക്രമണങ്ങൾ എവിടെ നടക്കുന്നുണ്ടോ രാജ്യത്തിന്റെ സമാധാനം തകരും. നമ്മുടെ രാജ്യം തിരിച്ചടിക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലുള്ള നാശങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഈ നാശങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴും രാജ്യത്തിന്റെ അതിർത്തികളിൽ കിടന്ന് വേണ്ടാത്തരം പ്രവർത്തിക്കുന്നവരാലോചിക്കണ്ടേ? പരസ്പരം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം തകർന്നു പോയാൽ, രാജ്യക്കാർ തമ്മിലുള്ള വിശ്വാസം തകർന്ന് പരസ്പരം കലപില കൂടാൻ തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളായിരിക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കുമേൽ ബോംബുകൾ വന്ന് വർഷിക്കും, മിസൈലുകൾ വന്ന് വർഷിക്കും. നമ്മുടെ രാജ്യത്ത്, മറ്റു രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രാജ്യത്തൊരു സമാധാനത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. ഈ സമാധാനം തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടാവാം, പല ഭാഗത്തുനിന്നും ശ്രമിക്കുന്നുണ്ടാവാം. ഒറ്റ ശ്രമങ്ങളും അള്ളാഹു വിജയിപ്പിക്കാതിരിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനം വേണം. ആ സമാധാനം ഉണ്ടെങ്കിലേ മര്യാദക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. എല്ലാവർക്കും പ്രശ്നമാണ് സമാധാനം പോയാൽ. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ പാടില്ല. ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർദ്. നീതിയിലാണ് ആകാശഭൂമിയുടെ നിലനിൽപ്പ്. മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു. ഇതാണ് നീതി. ഇനി നീതി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എത്ര മതി? എല്ലായിടത്തും പള്ളി കമ്മിറ്റിക്കാർക്ക് നീതിയുണ്ട്, കമ്മിറ്റിക്കാർക്ക് കഴിഞ്ഞ് പ്രാസ്ഥാനികമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും സംഘടനാപരമായിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയൊക്കെ കമ്മിറ്റിക്കാർക്ക് തങ്ങളുടെ താഴെയുള്ളവരോട് കീഴിലുള്ളവരോടൊരു നീതിയുണ്ട്. ആ നീതി പാലിച്ചേ പറ്റൂ. ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല. ഈ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റേത് അല്ല അവൻ്റെത് ഞാൻ കൈപ്പറ്റാതിരിക്കുക, അല്ലെ? ദ്രോഹിക്കാതിരിക്കുക, അവനെ ആക്രമിക്കാതിരിക്കുക, അന്യായമായി ഞാനൊന്നും അവൻ്റേത് കൈപ്പറ്റാതിരിക്കുക, എന്റേത് അവനും പോകാതിരിക്കുക. എന്നാലും നീതിയാവുമല്ലോ. നീതിയാകാൻ അത്ര മതി. ഞാൻ ഹൈറിനുമില്ല ഷെറിനുമില്ല, അവന്റെ ഒരു 5 പൈസ ഞാൻ തട്ടിയെടുക്കാനില്ല, അവനെ ഒരു നിലക്കും ദ്രോഹിക്കാറില്ല. എന്നാൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒത്താശോന് ഇല്ല, അതുമില്ല. അതുകൊണ്ട് അനീതി വരൂല. അതുകൊണ്ട് ആ നീതി പറഞ്ഞ ഉടനെ നീതിയാവാൻ 50-50 നിന്നാ മതി. ഹൈറും വേണ്ട ഷെറും വേണ്ട എന്ന് വിചാരിച്ച നീതിയാകും. പക്ഷേ ഉടനെ അള്ളാഹ് പറഞ്ഞു അത് പറ്റൂല. ആരാൻ്റെത് എനിക്ക് വേണ്ട, എന്റേത് അവനും വേണ്ട. ഇത് നീതിയാന്ന് നീ തെറ്റിദ്ധരിക്കരുത്. നിന്റെ അടുത്തൊരു പക്ഷേ നീതിയുടെ നിർവചനത്തിൽ അത് പെട്ടേക്കാം. പക്ഷേ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു ഭാഗവും കൂടെ നിന്നോട് പറയാനുണ്ട്. വൽ ഇഹ്സാൻ. മറ്റുള്ളവർക്ക് നിന്റെ ഭാഗത്തു നിന്ന് ഉപകാരം കിട്ടണം. ആരുടെ 5 പൈസ എനിക്ക് വേണ്ട, എന്റേത് മറ്റുള്ളവർക്കും വേണ്ട, അങ്ങനെയല്ല. നിന്റേത് മറ്റുള്ളവർക്ക് കൊടുക്കണം, പരോപകാരം ചെയ്യണമെന്നും അള്ളാഹു കൽപ്പിച്ചു. അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും, മനസ്സ വാച കർമ്മണ, മറ്റുള്ളവരോടുള്ള സഹകരണം. അതാണ് ഇഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ പരോപകാരം ചെയ്യണം. അതേറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അത് ഇനി അടുത്ത ഭാഗം വരുന്നുണ്ട്. ഏതായാലും പരോപകാരം ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം പരോപകാരം ഇല്ലെങ്കിൽ സംഗതി ഒരു നിലക്കും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു മുസ്ലിമായ മനുഷ്യന് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയാണ് ആ കാര്യം. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ശരിക്കും സാമൂഹ്യ സേവനം ഉറപ്പാക്കണം. സാമൂഹ്യ സേവനം ഉറപ്പാക്കാത്ത ഒരാൾക്ക് ഞാൻ മുസ്ലിമാന്ന് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു പറഞ്ഞത് ആ സാമൂഹ്യ സേവനം ഉറപ്പാക്കണം, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യണം. ഹാദാ ബലാഗുൽ ലിന്നാസ്, ഹാദാ ബലാഗുൽ ലിന്നാസ്. മാനവരാശിക്കാകമാനമുള്ള ഉത്ബോധനമാകുന്നു വിശുദ്ധ ഖുർആൻ. ഹാദാ ബലാഗുൽ ലിന്നാസ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആന്റെ ദഅവത്ത് അത് മാനവരാശിക്ക് മൊത്തം എത്തണം.
എല്ലാവർക്കും ഉപകാരം ചെയ്യാം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വം. ഇസ്ലാമിക ദർശനങ്ങളുടെ അടിത്തറയായി കണക്കാക്കാവുന്നത് സാമൂഹ്യ സേവനത്തെയാണ്. ഒരാൾ സാമൂഹ്യ സേവനം ചെയ്യുന്നില്ലെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരമായി നേരം വെളുക്കുന്നത് വരെ, രാത്രി നേരം വെളുക്കുന്നത് വരെ സുജൂദിൽ കിടന്ന് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചാലും അവനെ നല്ല മനുഷ്യൻ എന്ന് പറയില്ല. നേരം വെളുത്താൽ വിശക്കുന്നവരുടെ വയറിന്റെ പ്രയാസമറിയാൻ ഞാൻ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഇവനിവിടെ സുജൂദിൽ കിടന്ന് കരഞ്ഞാൽ നടക്കൂല. അവനെ മുസ്ലിമാണെന്ന് അംഗീകരിച്ചു കൊടുക്കൂല. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്രത്തോളം അറിയോ നിങ്ങൾ? അവിടെ മതത്തിന്റെ പോലും അതിർവരമ്പുകളില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുത്ത് ഒരു ദിവസം ഒരു ഗസ്റ്റ് വന്നു, ഒരു വിരുന്നുകാരൻ വന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്. രാത്രികാലത്ത് അയാളൊരു മജൂസിയായിരുന്നു, തീ ആരാധകനായിരുന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ തീയിനെ ആരാധിക്കുന്നയാളോ. അപ്പം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്ക് അതത്ര രസിച്ചില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ വിശന്നപ്പം ഇങ്ങോട്ട് വന്നതാണ്, നിങ്ങൾ വലിയ അതിഥി സൽക്കാര പ്രിയനാന്ന് കേട്ടു, അപ്പം ഇന്ന് വിരുന്ന് കന്ന് കരുതി പോന്നതാണ്, എനിക്ക് നല്ല സൽക്കാരം കിട്ടുമെന്ന് കരുതി പോന്നതാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ നല്ല വിരുന്നു സൽക്കാര പ്രിയനാ, നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും, പക്ഷേ എന്റെ കയ്യിലുള്ള ഭക്ഷണം അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നതാ. ആ റബ്ബിനെ സമ്മതിക്കാത്തവർക്ക് എന്റെ ഭക്ഷണമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ ഈ മനുഷ്യൻ മനസ്സ് തകർന്ന് പൊട്ടിക്കരഞ്ഞിറങ്ങിപ്പോയി. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നു. ഇസ്ലാം എന്താന്ന് മനസ്സിലാക്കിക്കോളൂ. ഇബ്രാഹിം നബിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഒരു മനുഷ്യൻ ഇവിടെ വന്നില്ലേ, അയാൾ കരഞ്ഞ് മനസ്സ് തകർന്ന ഇറങ്ങിപ്പോയത്, നിങ്ങൾ എന്തേ അദ്ദേഹത്തോട് പറഞ്ഞത്? മുസ്ലിം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഭക്ഷണമില്ലാമോ? 10-60 കൊല്ലമായി ആ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അയാൾക്ക് ഇന്ന് വരെ ഭക്ഷണം കൊടുത്തത് ആരാ? അള്ളാഹു പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോൻ എന്നെ പറയാൻ ഏൽപ്പിച്ചതാണ്, ഞാനാ കൊടുത്തത്. അയാൾ മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണം അയാൾക്ക് ഞാൻ മുടക്കിയിട്ടില്ല. അതുകൊണ്ട് അയാളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങി ഓടി. ആ മനുഷ്യന്റെ പിന്നാലെ ഓടി. അയാളെ കണ്ട് കയ്യും കാലും പിടിച്ചു. നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം. എന്തേ? ഒന്നുമല്ല, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണം, ഒരു അബദ്ധം പറ്റിപ്പോയി. വന്നു, നന്നായിട്ട് സൽക്കരിച്ചു. നല്ല വിഭവ സമൃദ്ധമായ സൽക്കാരം. രാത്രി അവിടെ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഫുഡ് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഈ മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിം, ഇബ്രാഹിം അങ്ങയുടെ 2 കരങ്ങളും എനിക്കൊന്ന് തരുവോ, നീട്ടിത്തരുവോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ നീട്ടിക്കൊടുത്തു. അപ്പൊ 2 കരങ്ങളും പിടിച്ചു ചുംബിച്ചു, സന്തോഷം അറിയിച്ചു. ഇദ്ദേഹം ചോദിച്ചു, അല്ല എന്താണ്? ഇന്നലെ രാത്രി എന്നെ വിശ്വാസിക്കല്ലാതെ എൻ്റെ വീട്ടിൽ ഭക്ഷണമല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാ നിങ്ങൾ. വീണ്ടും എന്നെ തേടി പിടിച്ച് കാല് പിടിച്ച് കൊണ്ടുവന്ന് ഇത്രയും വിഭവ സമൃദ്ധമായ സൽക്കാരം തരാനുണ്ടായ കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എൻ്റെ റബ്ബ് എൻ്റെ വിഷയത്തിൽ ഇടപെട്ടു, എൻ്റെ റബ്ബ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീണ്ടും വിളിച്ചു ഭക്ഷണം തന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങയുടെ കൈ ഇങ്ങ് തരൂ. കൈ കൊടുത്തു. ആ കയ്യിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്. ഇത് തീവ്രവാദമല്ല കേട്ടോ, ഇത് തീവ്രവാദമല്ല, ഇത് സ്വന്തം മനസ്സാലെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇന്നലെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു? ഇന്നലെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു? മുസ്ലിം ആകാതെ ഭക്ഷണം തരൂല എന്ന് പറഞ്ഞിട്ട് പോലും കലിമയല്ലാത്ത നിങ്ങള് ഇന്നിപ്പോ വിശപ്പൊക്കെ മാറി നിറവയറോടെ പോകുമ്പോ നിങ്ങൾക്ക് കലിമ ചൊല്ലേണ്ട ഒരു നിർബന്ധവുമില്ല. എന്തിനാ നിങ്ങളിപ്പോ വിശ്വാസിയായത്? അപ്പൊ പറഞ്ഞു, ഓ ഇബ്രാഹിം, നിഅ്മർ റബ്ബു റബ്ബുൻ യുആതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി.
ഇബ്രാഹിം, എനിക്ക് ഏറ്റവും നല്ല റബ്ബ് നിങ്ങൾ പരിചയപ്പെടുത്തിയ റബ്ബ് തന്നെയാണ്. നിഅ്മ റബ്ബു റബ്ബുൻ, ഏറ്റവും മനോഹരമായ റബ്ബ് ഒരു റബ്ബാണ്. യുഅതിബു അഹ്ബാബഹു ഫീ അഅദാഇഹി, തന്റെ ശത്രുക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ മിത്രങ്ങളെ തിരുത്തുന്ന ഒരു റബ്ബുണ്ടെങ്കിൽ ആ റബ്ബല്ലേ എനിക്കും റബ്ബായിട്ട് വേണ്ടത്. ഇതെന്റെ തിരിച്ചറിവാണ്, ഇത് ബലാത്കാരമല്ല. ഇതെന്റെ തിരിച്ചറിവാണ്. ഞാൻ മുസ്ലിമായിരിക്കുകയാണ്. പരോപകാരം പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ? നമ്മുടെ വീട്ടിന്റെ അയൽപക്കത്തുള്ള എല്ലാവരുമായിട്ട് നമ്മൾ നല്ല സൗഹാർദ്ദത്തിലായിരുന്നു. ഞാൻ ജീവിക്കുന്ന എൻ്റെ അയൽപക്കത്തൊക്കെ ഇതര മത സുഹൃത്തുക്കളുണ്ട്. എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നവരാ. എൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശത്തിന്റെ അന്ന് എൻ്റെ നാട്ടിലെ അയൽക്കാരായ കുറേ സുഹൃത്തുക്കൾ, അതാരൊക്കെയാ? സുഗു എന്ന് പേരുള്ളവരുണ്ട്, സുബ്രഹ്മണ്യൻ എന്ന് പേരുള്ളവരുണ്ട്, രാമൻ എന്ന് പേരുള്ളവരുണ്ട്. ഇവരൊക്കെ എൻ്റെ പരിപാടിക്ക് വേണ്ടി വളരെ അക്ഷീണം പ്രയത്നിക്കുന്നത് കണ്ടപ്പോൾ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് പറഞ്ഞു, ഈ സൗഹാർദ്ദം തകരാതെ കാത്തു സൂക്ഷിക്കണം. നല്ല മനുഷ്യന്മാരവരാ. ഈ സൗഹാർദ്ദം തകരാതെ കാത്തു സൂക്ഷിക്കണം. എനിക്കൊന്നും ഓർക്കാൻ പറ്റും, എന്റെ കൂടെ പഠിച്ചവർ, അവർ തിന്ന മിഠായി പങ്കിട്ടു തിന്നവന് എനിക്കൊരിക്കലും അവരെ അകറ്റി നിർത്താൻ കഴിയില്ല. ഇത് ഇസ്ലാം പഠിപ്പിച്ച ആദർശവുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ മനോഹരമാണ്. ഈ ഇഹ്സാൻ ഇങ്ങനെ നീളുമ്പം മുസ്ലിമിന് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, മരുന്ന് കൊടുത്തു, അതുകൊണ്ട് മാത്രമാണോ സ്വർഗത്തിൽ പോവുക? അല്ല. നമ്മളെ മതത്തിന്റെ സൗന്ദര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ മതത്തിന്റെ സൗന്ദര്യം എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? അള്ളാഹു ഇല്ലെന്ന് പറയുന്ന ആൾക്ക് പോലും വിശക്കുമ്പോ ഭക്ഷണം കൊടുത്താൽ സ്വർഗത്തിലാക്കും എന്ന് പറയുന്ന മതമാണ് നമ്മുടെ മതം. അത് ചെറിയൊരു സംഗതിയല്ല. പരോപകാരത്തിന് വലിയ സ്ഥാനമുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്നും നിറഞ്ഞു നിൽക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഊട്ടണം, തീറ്റിപ്പിക്കണം, കുടിപ്പിക്കണം, ഉടുപ്പിക്കണം, പാർപ്പിക്കണം, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. തിന്നാൻ കൊടുക്കണം, കുടിക്കാൻ കൊടുക്കണം, പാർക്കാൻ കൊടുക്കണം, മരുന്ന് വാങ്ങി കൊടുക്കണം. അവിടെയൊക്കെ നമ്മൾ സജീവമായി നിൽക്കണം. സാന്ത്വന പ്രവർത്തനം, അതിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണം. സാന്ത്വന പ്രവർത്തകരായി മാറണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആദ്യ വഹയുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത്, ഉസ്താദ് നോക്കുന്നുണ്ട്, സമയമായി എന്നായിരിക്കും, ഇൻഷാ അല്ലാഹ് ഇപ്പൊ അവസാനിപ്പിക്കും. അന്ന് ഖദീജ ബീബി റസൂലുള്ളാഹിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, നബിയെ തങ്ങളെ അല്ലാഹു കൈയൊഴിക്കൂല. എന്താ അതിന് കാരണം പറഞ്ഞത്? ഇന്നക തഹ്മിലുൽ കല്ല ല്ലേ വതക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ. ഞാൻ ചോദിക്കട്ടെ, അതിൽ സാന്ത്വന പ്രവർത്തനം അല്ലാത്ത എന്തെങ്കിലും ഒന്ന് ആ 4-5 കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഒക്കെ സാന്ത്വനങ്ങളാണ് അല്ലേ? അതിഥിയെ സൽക്കരിക്കുന്നവനാണ്, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്, ഭാരമുള്ളവനെ ചുമക്കുന്നവനാണ്, ജീവിത ഭാരം കൊണ്ട് പ്രയാസപ്പെടുന്നവനെ ഏറ്റെടുക്കുന്നവനാണ് നബിയെ തങ്ങള്. എവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായി എന്ന് കേട്ടാൽ, എവിടെയെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായി എന്ന് കേട്ടാൽ അവിടെ ഓടിച്ചെന്ന് അവിടേക്ക് ഓടിച്ചെന്ന് സഹായങ്ങൾ നൽകുന്ന ആളാ തങ്ങൾ. അപ്പൊ പരോപകാരിയായ തങ്ങളെ അള്ളാഹു ഒരിക്കലും ഹായിബാക്കൂല. തങ്ങൾ നിസ്കരിക്കുന്ന ആളാ, നോമ്പ് വിൽക്കുന്ന ആളാന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പരോപകാരം വലിയ സംഭവ. അപ്പൊ അത് പറഞ്ഞു, വലിയ ഇഹ്സാൻ. പിന്നെ പറഞ്ഞു വൈത്തായിദിൽ ഖുർബ, അടുത്ത കുടുംബങ്ങൾക്ക് പ്രത്യേകം കൊടുക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. നാട്ടുകാർക്കൊക്കെ ചിലപ്പോൾ ഏത് ചെയ്യും? സാന്ത്വനം നടത്തും, കാരുണ്യപ്രവർത്തനം നടത്തും. ഇതൊക്കെ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അത് സംഘടനാ പ്രവർത്തകരായിരിക്കും. ചിലപ്പോൾ കാരുണ്യപ്രവർത്തനം നടത്തി ഓടി നടക്കും, നാട്ടിലാകെ പിരിവെടുത്തു അല്ലാതെയൊക്കെ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കും. ചിലപ്പോൾ ഒരു പള്ളി സ്വന്തം മൂപ്പര അങ്ങോട്ട് എടുത്തു കൊടുക്കും. പക്ഷേ മൂപ്പര ഉമ്മ ഒരു കൊതുകുവല പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടായിരിക്കും കിടക്കുന്നത്. ഈ പള്ളി എടുക്കലുകൊണ്ടൊരു കാര്യമില്ല, ഈ മദ്രസ എടുക്കലുകൊണ്ടൊരു കാര്യമില്ല. ഈ ഉമ്മനുപ്പനും നോക്കാത്ത ഇവൻ നന്ദി കെട്ട മോനാ. എത്ര വലിയ മുതലാളിയായിട്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് കാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടും കാര്യമില്ല, സ്വന്തം ഉമ്മാനും ബാപ്പാനും നോക്കാത്തവന് നരകാണ്, യാതൊരു സംശയവുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കലും ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എൻ്റെ ഉമ്മയാരാ വാപ്പയാരാ ഒന്ന് പറഞ്ഞു തരുമോ തങ്ങളെ?
ഒറ്റ വാക്കിൽ പറഞ്ഞു തരുമോ? കൂടുതൽ കേൾക്കാൻ സമയമല്ല, വിശദീകരിക്കാൻ സമയം. അപ്പൊ നബി തങ്ങൾ അതിന് പറ്റിയ രൂപത്തിൽ മറുപടി കൊടുത്തു. ഹുമൽ ജന്നത്തു അവിന്നാർ. ഉമ്മിപ്പി ആരാന്നാ ചോദിച്ചത്? അവർ ഒന്നുകിൽ നിന്റെ സ്വർഗം അല്ലെങ്കിൽ നിന്റെ നരകം. എത്ര ഫിറ്റാണ് ആ മറുപടി. ഉമ്മാനും ഉപ്പാനും നോക്കി സ്വർഗം വാങ്ങുക എളുപ്പമാണ്, ഉമ്മാനും പാപ്പാനെയും അവഗണിച്ച് നരകം വാങ്ങലും എളുപ്പമാണ്. നിന്റെ നരകവും സ്വർഗവും തീരുമാനിക്കുന്നത് നിന്റെ ഉമ്മയുപ്പയുമാണ്. ഇത് ശരിക്ക് ബോധ്യം ഉണ്ടാവണം. 9:50 10 മണിക്ക് ദുആ അടക്കം കഴിയണമെന്നാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കും. ഇനി 3 വിരോധനകളുമുണ്ട്. ഓക്കെ, 3 വിരോധനകളും കൂടെ ഉണ്ട്. അത് വിശദീകരിക്കാൻ സമയമില്ല. ഫഹ്ശാ, മുങ്കർ, ബഗി. ഞാൻ ഒറ്റ വാക്കിലാണ് പറയട്ടെ, ഒരു 2 മിനിറ്റ് മതി 3 കൂടെ പറയാൻ. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ. അതായത് മനുഷ്യൻ കേട്ടാൽ അയ്യേന്ന് പറയുന്ന സംഗതികൾ, അത് തന്നെ. ഇതിലാണ് ഫഹ്ശാ എന്ന് പറയാം. അപ്പൊ ഏതാണ്? വ്യഭിചാരം, സ്വവർഗരതി, അതുപോലെ തന്നെ ഈ ലൈംഗിക വൈകൃതങ്ങൾ, അതൊക്കെ ഇതിലാപ്പെടുക. ഫഹ്ശാകൾ മൊത്തം റസൂലുള്ളാഹി അല്ല ഇസ്ലാം വിരോധിച്ചു. ഒന്നും ചെയ്യരുത്. ലൈംഗിക വൈകൃതങ്ങളൊക്കെ വിരോധിച്ചിരിക്കുന്നു. ഞാൻ പെടാത്തത് ഏതാ? അതങ്ങനെ എണ്ണിയാൽ കുറെ ഉണ്ട്. ഇനി വൽ മുങ്കർ. മുങ്കർ എന്ന് പറഞ്ഞത് ഏതാണ്? നീചമായ കാര്യം. അത് അശ്ലീലം എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ കേട്ടാൽ അയ്യേ എന്ന് പറയുന്ന അതല്ല. പിന്നെന്താ? അത് പൈശാചികമായി വരുന്ന തെറ്റുകളാണ്. ഉദാഹരണം മദ്യപാനം, ചൂതാട്ടം, ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞ പൈശാചികമായിട്ടുള്ള ഇത്തരം ഏർപ്പാടുകൾ, അതിലൊന്നും പെട്ടുപോകാൻ പാടില്ല. അപ്പം മദ്യം, മയക്കുമരുന്ന്, അല്ലേ, അത് കുത്തിവെക്കണതായാലും ശരി, തിന്നണതായാലും ശരി, കുടിക്കണതായാലും ശരി, ചുണ്ടിൻ്റെ ചോട്ടിലിടണതാണെങ്കിലും ശരി, അത് തിരുമ്മി പൊടിച്ചു വെക്കുന്നതാണെങ്കിലും ശരി, അടിച്ചു കയറ്റുന്നതാണെങ്കിലും ശരി, ഒക്കെ പ്രശ്നം. എല്ലാം ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. ലഹരി വസ്തുക്കളെ മൊത്തം വിരോധിച്ചിരിക്കുന്നു. വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. മുങ്കറിലാണ് അതൊക്കെ വരുന്നത്, ലഹരി സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ വൽ ബഗി, മൂന്നാമത്തെ ഒന്ന് അക്രമാണ്. അക്രമ പ്രവർത്തനങ്ങളും വിരോധിച്ചിരിക്കുന്നു. അവൻ ചെയ്യാൻ പാടില്ല, അടിക്കാൻ പാടില്ല, തൊഴിക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, മാനസികമായി ശാരീരികമായി ഒരു സഹോദരനെ ആക്രമിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ആരോപണം പറഞ്ഞുണ്ടാക്കാൻ പാടില്ല മറ്റുള്ളവർക്കെതിരെ. അതൊക്കെ അതിക്രമങ്ങളാണ്. അപ്പൊ അക്രമം പാടില്ല. ആ ലിസ്റ്റിൽ അതൊക്കെ പെട്ടു. ഇങ്ങനെ പറഞ്ഞ 3 വിരോധനകളിലും 3 കൽപ്പനകളിലും പെടാത്ത ഒരു ഇസ്ലാമില്ല. ഇങ്ങനെ നിങ്ങളെ അള്ളാഹു ഉപദേശിക്കുന്നത് നിങ്ങൾ ഉത്ബുദ്ധരാവാനാണ്. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാണ്, ഇത് 3ഉം 6ഉം ശ്രദ്ധിക്കണം. യെസ് എന്ന് പറഞ്ഞത് ചെയ്യാൻ പറ്റണം, നോ എന്ന് പറഞ്ഞതിനോട് അടുക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് യെസ് എന്ന് പറഞ്ഞത് കൃത്യമായി പാലിക്കുകയും നോ എന്ന് പറഞ്ഞതിനോട് കൃത്യമായി അകലം പാലിക്കുകയും ചെയ്ത ഏറ്റവും വലിയ മഹാൻ. നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നബിയുനൽ ആമിറുൻ നാഹി, നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് കുറേ കാര്യം കൽപ്പിക്കുകയും കുറേ കാര്യം വിരോധിക്കുകയും ചെയ്ത ആളാണ്. ഫലാ അഹദുൻ അബറ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഗുണനിലവാരം പുലർത്തിയ ഒരൊറ്റ മനുഷ്യനുമില്ല. ഫീ ഖൗലില്ലാ, നോ എന്ന് പറഞ്ഞപ്പോഴും മിൻഹു, നബിതങ്ങളെക്കാൾ ഗുണനിലവാരം പുലർത്തി നോ എന്ന് പറയാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. വലാ നഅമി, യെസ് എന്ന് പറഞ്ഞപ്പോഴും ലോകത്ത് മനോഹരമായി ഗുണനിലവാരം പുലർത്തി ആ പറഞ്ഞതിനോടനുസരിച്ച് പ്രവർത്തിക്കാൻ മുത്തുനബിയെ പോലെ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. അടുത്ത കൊല്ലം ആണ്ടാകുമ്പോഴേക്ക് ഇന്ന് കുറേ ആടുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഒരു 10-15 ആടുകൾ കിട്ടിയാൽ ഉപകാരമാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد، اللهم صل عليه وسلم. اللهم صل على محمد، اللهم صل عليه وسلم. اللهم صل على محمد، اللهم صل عليه وسلم.
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ അതുപോലെ മറ്റു ഉസ്താദുമാരുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ചെറിയൊരു ദുആ നടത്തുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العافية وأبواب الصحة وأبواب السلامة وأبواب القوة وأبواب الفرح والسرور يا رب العالمين. اللهم بارك لنا في جميع أمورنا لا سيما في أمرنا هذا في مجلسنا هذا اللهم بارك لنا في مجلسنا هذا يا رب العالمين اللهم بارك لنا في مجلسنا هذا يا رب العالمين. أرحم الراحمين يا رب സാധുക്കളായ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തന്നതിലും തരാനുള്ളതിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറക്കണേ അല്ലാഹ്. പഠിച്ചവനെ എത്രയോ അകലെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് ഈ പ്രഭാഷണമൊക്കെ നടത്തിയത് നീ ഉപകാരമുള്ള സദസ്സാക്കണേ അല്ലാഹ്. പഠിച്ചവനെ വിശുദ്ധ ഖുർആൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. കേടായി സാക്ഷി നിൽക്കുന്നവരിൽ പെടുത്തല്ല അല്ലാഹ്. സയ്യിദ് അവറുകളും മറ്റു ഉലമാക്കളും ഇതുവരെ ഈ വേദിയിൽ ഇരുന്നവർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നല്ല റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചോനെ ഈ സദസ്സിലുള്ള ആണും പെണ്ണും എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഇവരുടെയൊക്കെ മക്കളെ നന്നാക്കി കൊടുക്കണമല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണമല്ലാഹ്. അരി തന്നവരുണ്ട്, ആട് തന്നവരുണ്ട്, ക്യാഷ് തന്നവരുണ്ട്. ഈ പരിപാടിയോട് സഹകരിച്ച ഒരുപാട് ആളുകൾ ഉസ്താദ് പറഞ്ഞു കുറച്ചൊന്നുമല്ല, ഒരുപാട് ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആട് ചോദിച്ചപ്പോൾ തന്നവർ, ഇനിയും കൊടുക്കാൻ ഒരുങ്ങുന്നവർ അടുത്ത പരിപാടിയിലേക്ക് പടച്ചോനെ അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ നൽകണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകണേ അല്ലാഹ്. റബ്ബേ ക്യാൻസർ രോഗികളുണ്ട്, നീ സുഖപ്പെടുത്തണം അല്ലാഹ്. ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, നീ സക്സസ് ആക്കി കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്, നീ പരിപൂർണമായ പരിഹാരം നൽകണം അല്ലാഹ്. യാ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക് അത് കൊടുക്കണം അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് അത് കൊടുക്കണം അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മതിപ്പും കൂറുമുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മക്കളുടെ പരീക്ഷയുള്ളവരുണ്ട്. ഇന്നും ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്ന വീട്ടിൽ നിന്നും പറഞ്ഞു, മക്കൾ പഠിക്കുന്നവർ അവരുടെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ. അല്ലാഹ് ഉന്നത വിജയം നൽകണേ അല്ലാഹ്. പടച്ചവനെ സൂറത്തുർ റഅദിൽ ഒരു ആയത്തുണ്ട്, ഓതുമ്പോഴൊക്കെ മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. ഉമ്മയും ഉപ്പയും കെട്ടിയോനും കെട്ടിയോളും കുട്ടികളും ഒരുമിച്ച് സ്വർഗത്തിലിരിക്കുമ്പോൾ മലായിക്കത്ത് വന്ന് കടന്നു വന്ന് പറയുന്ന രംഗം, ആശീർവദിക്കുന്ന രംഗം. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ.
കുടുംബമേ, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നിവിടെ ഒന്നും ഭയപ്പെടാനില്ല. സമാധാനമാണ്, ശാന്തിയാണ്. നിങ്ങൾ നാട്ടുകാരും അയൽക്കാരും ഒക്കെ എങ്ങനെയൊക്കെയോ ജീവിച്ചപ്പോൾ നിങ്ങൾ പടച്ചോനും റസൂലും പറഞ്ഞതുപോലെ ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. ഫനിഉമ ഉഖ്ബദ്ദാർ, അവസാനമായി നിങ്ങൾക്ക് കിട്ടിയ ഈ ഭവനം, അന്തിമ ഭവനം, സ്വർഗം എത്ര മനോഹരമാണ് എന്ന് മലക്കുകൾ ചോദിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘട്ടം. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളോടും കുടുംബത്തോടും മക്കളോടും പേരമക്കളോടുമൊപ്പം ഒരുമിച്ചിരുന്നത് കേൾക്കാൻ ഭാഗ്യം നൽകണമല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു മെമ്പറെ പോലും നരകത്തിൻ്റെ വിറകാക്കല്ല അല്ലാ. പടച്ചവനെ, ഈ പരിപാടി സംഘടിപ്പിച്ച ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ആബാലവൃദ്ധ ജനങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ നാട്ടിലേക്ക് എന്നെ വിളിക്കുകയും ക്ഷണിക്കുകയും കൊണ്ടുവരികയും വേണ്ടതുപോലെ ആദരിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ സഹകരണത്തോടെ ചെയ്തു തരികയും ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താദും ഈ നാട്ടിലെ കാരണവന്മാരും ഇവിടുത്തെ പ്രവർത്തകരും റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ വേദിയിൽ ഇതുവരെ ഇരുന്ന സയ്യിദും ഉലമാക്കളും ഇവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ റബ്ബേ പരന്നിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ധാരാളമുണ്ട്. പടച്ചോനെ, ഇവരെ നീ ഹായിബാക്കല്ല അല്ലാ. ഇവർക്ക് നീ ദുനിയാവും ആഖിറവും കൊടുക്കണേ അല്ലാ. എവിടെയും തളർത്തിക്കളയല്ല അല്ലാ. അല്ലാ, മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ നബി തങ്ങളെ ഞങ്ങൾക്ക് സ്വപ്നത്തിലൊന്ന് കാട്ടിത്തരണമല്ലാ. ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാട്ടിത്തരണമല്ലാ. ഹബീബായ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാട്ടിത്തരണമല്ലാ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ വഫാത്തിൻ്റെ സമയത്ത് തൻ്റെ ശിഷ്യൻ മുസന്ന റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മുസന്ന, മാ നിംതു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു ഫീഹാ റസൂലല്ലാഹ്. ഒരു രാത്രി പോലും കിടന്നുറങ്ങിയിട്ട് മുത്തുനബിയെ സ്വപ്നം കാണാതെ ഞാൻ ഉണർന്നിട്ടില്ല. ഞങ്ങളൊക്കെ 49 വയസ്സായ എനിക്ക് 49, 50, 60 ഒക്കെ വയസ്സായവരുണ്ട്. അല്ലാ, ഞങ്ങളൊക്കെ ഒരുപാട് കിടന്നുറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. അല്ലാ, ഒരു ദിവസം മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബുമായി സന്ധിക്കുന്ന ഒരു രാവ് നൽകണേ അല്ലാ. ഹബീബുമായി സംഗമിക്കുന്ന ഒരു രാത്രി നൽകണേ അല്ലാ. മുബാറക്കായ ഒരു രാത്രി നൽകണേ അല്ലാ. ആ മഹാഭാഗ്യം കിട്ടിയവർ മുശറാലി ഉമ്മത്തിഹി ബിറുഇയതി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അദീമുൽ അസിയദൂദ് പറഞ്ഞ മഹാഭാഗ്യം, ആ പൂമുഖം കാണാൻ ഭാഗ്യം കിട്ടിയവർക്ക് വീണ്ടും വീണ്ടും അവസരം നൽകണേ അല്ലാ. മുത്തുനബിയുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളയരുത് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണമല്ലാ. ആര് കൈയൊഴിച്ചാലും നീ ഞങ്ങളെ കൈയൊഴിക്കരുത് റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ വആബാഅനാ വഉമ്മഹാതിനാ വഅസാതിദനാ കമാ